وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله قيوم السماوات والأرضين مدبر الخلائق أجمعين باعث الرسل صلواته وسلامه على جميع الخلائق. صلوات الله وسلامه على النبيين وعلى سائر النبيين وآل كل وسائر الصالحين. وبعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا والحقنا بعبادك الصالحين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم افتح علينا بالحق وأنت خير الفاتحين. وبعد، നവവി ഇമാം റഹിമഹുല്ലാഹു തആല വറളിയല്ലാഹു അൻഹു അബൂ യഹ്യ സക്കരിയ ഇബ്നു ഷറഫ് ഇബ്നു മീറ അന്നവവി റഹിമഹുല്ലാഹു തആല 676 വഫാത്തായ നവവി റഹിമഹുല്ലാഹു തആല ഓരോ ജുഹൂദ് ഹഖീഖത്തിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഷാഫിഈ മദ്ഹബിൻ്റെ ജുഹൂദ് ചുരുക്കമായി തുടക്കം മുതൽ മനസ്സിലായാൽ അവരെ മഖാം എവിടെയാണ്, എന്താണ് അവരെ മഖാമെന്ന് തിരിയും. കാരണം നവവി ഇമാം ഇങ്ങനെ ചെയ്തു എന്നറിയുമ്പോൾ അത് എന്തിൻ്റെ മേലാണ് ചെയ്തതെന്നുള്ളത് തിരിയണ്ടേ. അപ്പോൾ മുഖ്തസറായിട്ട് പറയാം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പഠിച്ചതിന് ശേഷം ഫിഖ്ഹിൽ ബുറൂസായപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹുവിൻ്റെ അഖ്വാലുകളെ ഖരീബായ ഒരു ഉസൂലായിരുന്നു ആരത്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അതാണ് ഖദീമിൽ വരുന്ന കാര്യം. അതുകൊണ്ട് ഖദീം നോക്കി കഴിഞ്ഞാൽ അഖ്റബു ഇലാ മദ്ഹബിൽ ഇമാമി മാലിക് റളിയല്ലാഹു അൻഹു. അതിനുശേഷം ജദീദ് ഉണ്ടായി. ഇതൊക്കെ തഫ്സീൽ പറയണമെന്നുണ്ടെങ്കിൽ അതിന് തന്നെ വേറെ മുഹാദറകൾ ആവശ്യമാണ്. നമ്മൾ മൗദൂഅ് അതല്ല. അതിനുശേഷം ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹു തആലൻ്റെ കുതുബുകളെ ഇഅ്തിനാ ആണ് ആദ്യമായിട്ടുണ്ടായത്. അതായത് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹു തആല എന്താണ് പറഞ്ഞത്, എവിടെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, നമ്മൾക്ക് ഇഅ്തിനാ ചെയ്യപ്പെട്ട നസ്സ്, ഇമാമുന ശാഫിഈൻ്റെ നസ്സ് കിട്ടുന്ന കിതാബുകൾ കുറവാണ്. ബാക്കിയുള്ള കിട്ടിയ കിതാബുകൾ കുറവാണ്. അതിലത്തെ ഒരു കിതാബാണ് ഉമ്മ്. അതുപോലെ തന്നെ മുഖ്തസർ മുസനി ഇലാ ആഖിരിഹി. കിട്ടാത്ത നമ്മളെ കയ്യിൽ അപ്പോൾ ജദീദായ നസ്സ് എന്ന് പറയുന്ന കാര്യം, അതായത് നസ്സൽ ഇമാമു ഷാഫിഈ എന്നറിയുന്ന കാര്യം നമ്മൾക്ക് ഹഖീഖത്തൻ ഇമാം ഷാഫിഈൻ്റെ ഇബാറത്ത് ഉമ്മീന്ന് മാത്രം നോക്കിയാൽ കിട്ടില്ല. കാരണം ഇത് മൊത്തമായി തദ്വീന് ചെയ്യപ്പെട്ട ഒരു കാലമുണ്ട്. അവിടെയുള്ള കുതുബുകൾ മൊത്തം കിട്ടിയാലാണ് ഷാഫിഈ ഇമാം എന്തൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഹസ്ർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉമ്മിയിൽ പരതിയാലും ഷാഫിഈ ഇമാം നസ്സ് ചെയ്ത ഒരു ഇബാറത്ത് ഫത്ഹുൽ മുഈനിലുള്ള ഒന്നാണ്. ഫത്ഹുൽ മുഈനിൽ പറയേണ്ടത് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവിൻ്റെ അഖ്വാലുകൾ നസ്സാണ്. അതായത് സരീഹായ ഖത്ഈയ മുഹ്തമലല്ലാത്ത അഖ്വാൽ നസ്സാണ്. ഈ നസ്സ് കിട്ടാൻ നമ്മൾക്ക് ഉള്ള ഒരു സോഴ്സ് ഉമ്മാണ്. അതുപോലെ തന്നെ മുഖ്തസർ മുസനി റഹിമഹുല്ലാഹു തആല, അതുപോലെ തന്നെ ഇംല, ഇത് കിട്ടുന്ന കുറച്ച് സോഴ്സ്. ബാക്കി സോഴ്സുകളോ പ്രിൻ്റായിട്ടോ മഖ്തൂത്തായിട്ടോ കിട്ടാനില്ല. ഹഖീഖത്ത് കുറേ പരത്തിയിട്ട്. അപ്പോൾ നസ്സുൽ ഇമാമ് മുഹിമ്മാണ്. ഞാൻ മിസാൽ പറഞ്ഞാൽ കിട്ടാനില്ല എന്ന് പറയേണ്ട കാരണം ചില പണ്ഡിതന്മാർ പറയും, ചിലർ പറയാം ഉമ്മുണ്ടല്ലോ, എല്ലാതും ഉമ്മിയിലുണ്ടല്ലോ. ഉമ്മ മാത്രമല്ല ഇമാം ഷാഫിഈൻ്റെ നസ്സ് ഉദ്ധരിക്കുന്ന കിതാബ്. ശിഷ്യന്മാരും ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖത്ഈയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറയാം. അതിലത്തെ ഒരു ഉദാഹരണം ഫത്ഹുൽ മുഈനിൽ പറയുന്നുണ്ട്. അബ്ബാദി റഹിമഹുല്ലാഹു തആല തൊട്ട് നഖ്ല് ചെയ്തിട്ട് പറയുന്നു, ഇമാം ഷാഫിഈൻ്റെ നസ്സ് ഉണ്ട് സൂറത്തിൻ്റെ ഇടയിൽ നിന്ന് ഓതിയാൽ ബിസ്മി ഓതണം എന്നുള്ളത് സുന്നത്താണെന്നുള്ളത്. ഫത്ഹുൽ മുഈനിലുള്ള ഇബാറത്താണ്. ആ നസ്സ് അവിടെ അബ്ബാദിൻ്റെ കിതാബിലുള്ളത്. അബ്ബാദിൻ്റെ കിതാബ് ഇപ്പോൾ അടുത്ത കാലത്ത് പ്രിൻ്റായി. അബ്ബാദി മുതാഖിർ 400-ൻ്റെ ശേഷമുള്ള ആളാണ്. അബ്ബാദിക്ക് നസ്സ് കിട്ടില്ലല്ലോ. അബ്ബാദി വേറൊരു കിതാബ് നസ്സ് കിട്ടണ്ടേ.
ഉമ്മയുള്ളോ, ഉമ്മി നോക്കിയാൽ കാണില്ല. അപ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവിൻ്റെ കലാമിൽ മുഹ്തമലായ കലാമുണ്ട്, മുഹ്തമലല്ലാത്ത കലാമുണ്ട്. അതായത് നസ്സുണ്ട്, നസ്സല്ലാത്തതുണ്ട്. മുഹ്തമലല്ലാത്ത ഖത്ഈനല്ല നസ്സ് എന്നറിയാം, മൻസൂസ് എന്നറിയാം. അപ്പോൾ അതിന് ശേഷം വന്ന പണ്ഡിതന്മാർ എന്ത് ചെയ്ത്, ഇമാം ഷാഫിഈൻ്റെ അഖ്വാലുകൾ ആദ്യം ചെയ്തത് ജംഉം തദ്വീനാണ്. നസ്സ് ചെയ്ത് നസ്സല്ലത് അവിടുന്ന് എന്ത് ചെയ്ത് പണ്ഡിതന്മാർ ഇബാറത്തുകളും അതായത് നസ്സും ആ മുഹ്തമലായ മാനയും വെച്ചിട്ട് പണ്ഡിതന്മാർ അവിടെ ഇജ്തിഹാദ് ചെയ്യാൻ തുടങ്ങി. അവിടുന്നാണ് രണ്ട് മർഹലത്തായിട്ട് രണ്ട് വിഭാഗമായിട്ട് വരുന്നത്, ഖുറാസാനികളും ഇറാഖികളും. അവരിലും മുഹർരിങ്ങളുണ്ട്, നമ്മൾ അതിൽ അവരെ മദ്ഹബുകളിൽ കിടക്കല്ല. രണ്ടിലും മുഹർരിങ്ങളുണ്ട്, മുദഖിഖീങ്ങളുണ്ട്. അതിൽപ്പെട്ട മഹാമിലി റഹിമഹുല്ലാ വഗൈരിഹിം റഹിമഹുല്ലാ ശുറായി റഹിമഹുല്ലാ. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ തഹ്രീർ ഔദ്യോഗികമായി തഹ്രീർ ചെയ്യുന്ന ആൾ ഹഖീഖത്തിൽ റഹീം. അപ്പോൾ ആദ്യമായിട്ട് തഹ്രീർ വരുന്നത്, ആദ്യത്തെ മർഹല വരുന്നതാണ് അബുൽ മആലിൽ ജുവൈനി റഹിമഹുല്ലാഹു തആല. ഓരോ ഉപ്പയും ആദ്യത്തെ മർഹല ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. നിഹായത്തുൽ മത്ലബ് വദിറായത്തുൽ മദ്ഹബ് എന്ന് പറഞ്ഞ കിതാബ് ഒരതിൽ രണ്ട് തരീഖം കൂടി ജംഅ ചെയ്ത്, അത് ആദ്യത്തെ അമലാണ്. ആദ്യമായിട്ടില്ല യുസ്ബഖ് ലഹു മിസാൽ. അബൂ മുഹമ്മദ് അബ്ദുൽ മലിക്കിൻ്റെ ഉപ്പ യൂസുഫായ അബൂ മുഹമ്മദ് ജുവൈനി റഹിമഹുല്ലാഹ്, അബ്ദുൽ മലിക്കും ഇവർ രണ്ടാളും, അബൂ മുഹമ്മദിനും കിതാബുണ്ട് അസ്സിൽസിലത്തൈനി വത്തരീഖത്തൈൻ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, രണ്ട് ഉള്ളിത്തി വരുന്നത്. രണ്ട് മദ്ഹബിൻ്റെ ജംഅ. കാരണം ഇവർക്ക് രണ്ട് മസ്ലക്കുണ്ട്, ഖുറാസാനികളതും ഇറാഖിലതും. അബുൽ മആലി റഹിമഹുല്ലാഹും ആ രീതിക്കാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന അവരെ ശിഷ്യനായ അബൂ ഹാമിദ് മുഹമ്മദ് ഇബ്നു മുഹമ്മദിൻ ഗസാലി റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു 500 ലിൽഹിജ്റ വഫാത്തായത് 505 വഫാത്തായത്. അവരെന്ത് ചെയ്ത് ഷെയ്ഖിൻ്റെ അമല് തത്മീം ചെയ്ത് അത് നല്ല സൂറത്തിലാണ്ട് ആക്കി. അവിടെയാണ് അഹമ്മായ നമ്മളെ മദ്ഹബ് മുഴുവനും കറങ്ങുന്ന ഒരു കുത്തുബിൻ്റെ സിൽസിലത്തിലേക്ക് എത്തുന്നത്. ഏതൊക്കെ? ബസീത്ത്, വസീത്ത്, വജീസ്, ഖുലാസ. ബസീത്ത് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കുറേ ആൾക്കാർ ബസീത്ത് ഉപയോഗിക്കുന്നത് സിമ്പിൾ എന്നറിയാനാണ്. ബസീത്ത് ബസ്ത് എന്ന് വന്നത്, സിമ്പിൾ എന്നറിയില്ല. ബസീത്തിൻ്റെ അർത്ഥം ബസ്ത് ചെയ്യപ്പെട്ടത്. ബസീത്ത്, വസീത്ത്, വജീസ്, ഖുലാസ. ഇതിൽ അവർ രണ്ട് തരീഖയും അതുപോലെ തന്നെ നമ്മളെ മദ്ഹബിയിലുള്ള അഇമ്മത്തിൻ്റെ അഖ്വാലുകളൊക്കെ ജംഅ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ബസീത്ത്. അതിനൊപ്പം റുമൂസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് മറ്റുള്ള മദ്ഹബിനും ഇഷാറത്ത് കൊടുത്ത്. പക്ഷെ അസ്ൽ എന്തിനാ? മദ്ഹബിന്. വസീത്ത് തർജീഹോടെ, വസീത്ത് സർദുൽ അഖ്വാലിൻ്റെ രൂപത്തിൽ. വജീസ് വരുന്നത് മുറജ്ജഹായ ഖൗലു, മുഅ്തമദായ ഖൗലു ഗസാലി ഇമാമിൻ്റെ അടുത്ത്. ബിദൂനി തഅലീലിൻ കസീർ, കുറേ തഅലീലില്ല. വസീത്തിൽ തഅലീലുണ്ട്, വസീത്തിൽ തഅലീലുണ്ട്. ഇതിൽ വജീസിൽ തഅലീലില്ല. പിന്നെ വരുന്നത് തഅലീല കുറേ ഇല്ല. പിന്നെ വരുന്നത് ഖുലാസ. ഖുലാസ പിന്നെ അറിയാം, അതിലും ചുരുങ്ങും. ഈ കുതുബുകൾ രണ്ട് തരീഖരം ജംഅ ചെയ്തിട്ട് എടുക്കപ്പെട്ടതും എടുക്കപ്പെടാത്ത അഖ്വാലുകളും വേർപ്പെടുത്തിയ രൂപത്തിലാണ് ഈ കുതുബുകൾ വരുന്നത്. ആദ്യമായ തഹ്രീറാണ്. അപ്പോൾ നമുക്ക് പറയാം ഷാഫിഈ ഇമാം മുതൽ അവിടുന്ന് സെപ്പറേറ്റ് ആയി വന്ന് ആദ്യത്തെ തഹ്രീർ വരുന്നത് ഇപ്പോൾ എവിടെ? ഗസാലി ഇമാം റഹിമഹുല്ലാഹ്. ആ ഗസാലി ഇമാമിൻ്റെ കുതുബുകൾ അതിൽ നിന്നാണ് റാഫി ഇമാം എന്ത് ചെയ്യുന്നത്? തഹ്രീർ, ആദ്യത്തെ തഹ്രീർ തുടങ്ങുന്നത്. അവിടെ നമുക്ക് പറയാം ഗസാലി ഇമാമിൻ്റെ ഫുറൂആയിട്ടാണ് ഈ രണ്ടാൾക്കാരും വരുന്നത്. ആര്? റാഫിഈയും നവവി റഹിമഹുല്ലാഹു തആല.
റാഫിഈ റഹിമഹുല്ലാഹു തആല ഗസാലി ഇമാമിൻ്റെ ഖുലാസൻ്റെ മേലിൽ മുഹററെന്നും ഖുലാസൻ്റെ മേലിൽ മുഹറർ, വജീസിൻ്റെ മേലിൽ ഫത്ഹുൽ അസീസ് അമലുണ്ട്. രണ്ട് കിതാബിൻ്റെ ഫത്ഹുൽ അസീസ്, ഷർഹുൽ വജീസ്, ഖുലാസൻ്റെ മേലിൽ മുഹറർ, അങ്ങനെയാണ് പറയപ്പെട്ടത്. ഇമാമുനൽ റാഫിഈ റഹിമഹുല്ലാഹു തആല, അബ്ദുൽ കരീം റാഫിഈ റഹിമഹുല്ലാഹു തആല, അവർ എന്താ ചെയ്തത്? അഇമ്മത്തിൻ്റെ അഖ്വാൽ, ഇതിൽ വന്ന അഖ്വാലും ഈ രണ്ട് തരീഖത്തിൻ്റെ അഖ്വാലും നോക്കി ഇമാമിൻ്റെ നസ്സുണ്ടല്ലോ, നസ്സുണ്ട്, മുഹ്തമലുണ്ട്, അതുപോലെ തന്നെ വാഹിറുൽ ഇബാറത്തുണ്ട്, അല്ലാത്തുണ്ട്. ഇത് നോക്കി താരതമ്യം ചെയ്യും. അതിൽ നസ്സുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള അത് അഖ്വാലൊക്കെ എടുക്കപ്പെടോ? നസ്സുണ്ടെങ്കിൽ എടുക്കപ്പെടോ? നസ്സ് മുഖദ്ദമാണല്ലോ, നസ്സുൽ ഇമാമി മുഖദ്ദം. നസ്സില്ലെങ്കിൽ മുഹ്തമലാണ്. അപ്പോൾ അവിടെ ഖിലാഫുണ്ട്, ഖത്ഈയായ ഖിലാഫാണ്. തരീഖുണ്ട്, രണ്ട് ഒരു തരീഖിൽ ഖത്അുണ്ട്, മറ്റേ തരീഖ് അറിയാം, പഠിച്ചിന മഹല്ലിയും തുഹ്ഫം പഠിച്ചാൽ അറിയാം അതിൻ്റെ തഫ്സീൽ. ആ ഒരു മനഹജിൽ റാഫിഈ ഇമാം എന്ത് ചെയ്ത്? തഹ്രീർ ചെയ്ത്. അതേ രീതിക്ക് ആര് തഹ്രീർ? നവവി ഇമാം റഹിമഹുല്ലാഹു തഹ്രീർ ചെയ്ത്. നവവി ഇമാം റഹിമഹുല്ലാഹു തഹ്രീർ ചെയ്യുമ്പോൾ അവരടുത്ത് കൂടുതൽ, അതായത് ഇമാമിൻ്റെ കൂടുതൽ കുതുബുകൾ ഉണ്ടായിരുന്നു. റാഫിഈ ഇമാമിൻ്റെ അടുത്ത് കൂടുതൽ കുതുബ് ഉണ്ടായിട്ടില്ല. റാഫിഈ ഇമാമിൻ്റെ ഇബാറ നഖ്ല് എങ്ങനെയായിരുന്നു? ബിൽ വാസിത്തായിരുന്നു. മിക്കതും ബിൽ വാസിത്തായിരുന്നു. കുറേ ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും. നവവി ഇമാം നസ്സുണ്ടെന്ന് അറിയുന്നത് റാഫിഈ ഇമാമിന് അത് കിട്ടിയിട്ടുണ്ടാവില്ല. അതിൽ നിന്ന് മനസ്സിലാവാം ബിൽ വാസിത്തായിരുന്നു. അല്ലെങ്കിൽ ചില കുത്തുബുകൾ ആർക്ക് കിട്ടിയിട്ടില്ല? റാഫിഈ ഇമാമിന് കിട്ടിയിട്ടില്ല. ഈ നവവി റാഫിഈ റഹിമഹുല്ലാഹുവിൻ്റെ തഹ്രീർ, ആ തഹ്രീർ ഇവാലുവേറ്റ് ചെയ്യാൻ, അത് ആ തഹ്രീർ നോക്കാൻ, തഹ്രീർ ചെയ്യാൻ, ആ തഹ്രീർ തന്നെ തഹ്രീർ ചെയ്യാൻ ഇമ്മത്ത് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് നമ്മളെ ഇസ്നവി റഹിമഹുല്ലാഹ്. മിൻ അഹമ്മിർ റിജാൽ ഇബ്നു റിഫഅ റഹിമഹുല്ലാഹ്. നമുക്ക് നവവി എന്തുകൊണ്ടാണ് നവവിൻ്റെ കുതുബ് തർജീഹാക്കപ്പെട്ടതെന്ന് അറിയണോ? ഇസ്നവി എടുക്കുക, ഇബ്നു റിഫഅ റഹിമഹുല്ലാഹുവിൻ്റെ കുതുബ് എടുക്കുക, ഇബ്നു റിഫഅ റഹിമഹുല്ലാഹുവിൻ്റെ കുതുബ് എടുക്കുക. അതുപോലെ തന്നെ സർകശി റഹിമഹുല്ലാഹ്. ഇവരൊക്കെ എന്ത് ചെയ്ത്? നവവി ഇമാമിൻ്റെയും റാഫിഈ ഇമാമിൻ്റെയും തഹ്രീർ തമ്മിൽ താരതമ്യം മാത്രമല്ല, അസ്ലിലേക്ക് മടങ്ങി. ഇവർ എന്തില്ല? ലം യതവഖഫു അലാ ഇബാറാത്തിഹിം, പഴയതിക്ക് മടങ്ങി. അതിനൊപ്പം തഅലീലാത്തിൻ്റെ ദിഖ്ഖത്തും നോക്കാൻ തുടങ്ങി. ചില സമയത്ത് നമ്മൾ ഉമൂമായിട്ട് പറയുന്നതാണ് നവവി പറഞ്ഞാൽ നവവി മുഖദ്ദമാണ്. ഞാൻ പറഞ്ഞു എന്താണ് ഫമുതഅഖിറു അൽ മുഹഖഖീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയണോടത്ത് ഫന്നവവിയു ഫർറാഫിഈ എന്ന് പറഞ്ഞിട്ട് ഫന്നവവി തഖ്ദീർ ഫർറാഫിഈ ഫത്തുൽ മുഈൻ പറഞ്ഞത് ഖാനി ഫന്നവവി, ഫർറാഫിഈ പറഞ്ഞിട്ടില്ല. ഫന്നവവി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫർറാഫിഈ അടുത്തത്. ഷെയ്ഖാനി രണ്ടല്ലേ ഉള്ളൂ. തയ്യിബ്, ഇതിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ബയാനാക്കുന്നത് ആരാണ്? ഇസ്നവി റഹിമഹുല്ലാഹ്. ഇബ്നു റിഫഅ അഹമ്മുഹും സലാസ. ഇബ്നു റിഫഅ, ഇസ്നവി റഹിമഹുല്ലാഹ്, സർകശി റഹിമഹുല്ലാഹ്. ഇവരെന്താ ചെയ്തത്? കീറി മുറിച്ച് ഓരോ കൗലെടുത്ത് ഇവരാണ് പിന്നീട് നമ്മൾക്ക് എന്താണ് നവവി റഹിമഹുല്ലാഹുവിൻ്റെ ഇബാറത്ത് തഹ്ഖീഖിൽ വന്നാൽ അത് മിൻഹാജിനെ കാട്ടി മുഖദ്ദമാക്കണോ വേണ്ട എന്നുള്ളത് ഉറപ്പോടെ ബിദ്ദലാഇൽ ഇസ്ബാത്ത് ചെയ്ത് തന്നത്. മനസ്സിലായില്ല? അതായത് നവവി ഇമാമിൻ്റെ കുതുബുകൾ മുഴുവനും കൊടുന്നിട്ട് ഈ തഹ്രീർ നന്നായിട്ട് ചെയ്തപ്പോൾ ഇബ്നു റിഫഅ റഹിമഹുല്ലാഹ്, ഇസ്നവി റഹിമഹുല്ലാഹ് കൂടുതലായിട്ട് ബയാൻ ചെയ്ത്. അതിൽ പെടും അസ്റായിയൊക്കെ, അതിൽ പെടും ഷാരിഹുൽ മിൻഹാജ് ഖൂത്തുൽ ഖുലൂബ്, ഓരോ അതിൽപ്പെടേണ്ട. ഇവരൊക്കെ എന്താണ് ചെയ്തിരുന്നത്? ഈ രണ്ട് ഇമാമിൻ്റെ തഹ്രീറും തമ്മിൽ നോക്കൽ മാത്രമല്ല, ഇബാറത്തുകളും ഉസൂലുകളും ഒത്തുനോക്കും.
മുത്ലഖ ഹൽ النووي مقدم على الرافعي مطلقا لا ليس مطلقا في الغالب غالبിലാണ്. അത് തുഹ്ഫയിൽ നോക്കിയാൽ തിരിയും. തുഹ്ഫയിൽ പറയുന്നുണ്ട് ഖിലാഫൽ ലിന്നവവി റഹിമഹുല്ലാഹ് വഹുവൽ അഖ്റബ് എന്നുള്ള രീതിക്ക് തുഹ്ഫയിൽ പറയണ കാണാം. ചില തർജീഹാത്ത് എന്താണ്, റാഫിഈൻ്റെ തഖ്ദീം. ഇതൊക്കെ ആരാണ് മുന്നോട്ട് വെച്ചത്? ഈ 3 വ്യക്തികളാണ്. അതിനുശേഷം ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹു വന്ന്, റംലി വന്ന്. ഇവരൊക്കെ മുമ്പ് ഗസാലി റഹിമഹുല്ലാഹു ചെയ്തതിന് തഫറു ആയതാണ് രണ്ടാളും അല്ലേ? അതുപോലെ ഒരാൾ ചെയ്തതിന് തഫറു ആയതാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹും റംലി റഹിമഹുല്ലാഹും ഷിർബീനി 3 ആൾക്കാർ. ആരാണ്? ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി. ഷെയ്ഖുൽ ഇസ്ലാം ചെയ്തത് എന്താ? ഗസാലി റഹിമഹുല്ലാഹ് ചെയ്തതുപോലെ ഷുറാഹുൽ മിൻഹാജിൻ്റെ ഷുറാഹുകളെ കുത്തുബുകൾ. ദമീരി റഹിമഹുല്ലാഹ് അതിൽ മുഹിമ്മാണ്. ദമീരി ഭയങ്കര മുഹിമ്മായ കിതാബാണ്. ദമീരി പിന്നെ നമ്മളെ ഇബ്നു റിഫാൻ്റെ കുത്തുബുകൾ, ഇസ്നവിൻ്റെ കുത്തുബുകൾ, സർക്കഷിൻ്റെ കുത്തുബുകൾ, ആ സമയത്ത് വന്നിട്ടുള്ള മിക്ക ഷുറാഹിൻ്റെ കുത്തുബുകളിൽ നിന്നും ആ തഹ്രീർ ചെയ്തതാണ്. എന്ത് ചെയ്തതാണ്? ആ തഹ്രീർ ചെയ്തിട്ട് നമ്മൾക്ക് തന്നതാണ് ആര്? ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ്. അവരെ കുത്തുബുകൾ അസ്നൽ മതാലിബ്, ഹുറർ, പിന്നെ ദുറർ, പിന്നെ ബാക്കിയുള്ളതൊക്കെ ആ രീതിക്കായിരുന്നു. അതിൽ അവർ എടുത്ത കുത്തുബുകളുണ്ടല്ലോ ജംഅയ്ത് ഈ കിതാബിൽ ഇതിൻ്റെ ഖുലാസ പറയും. മറ്റേ കിതാബിൽ മറ്റൊരു തർജീഹായിരിക്കും ഉണ്ടാവുക. ഏതുപോലെ ഗസാലി റഹിമഹുല്ലാഹുവിൻ്റെ പോലെ വസീത്തിൽ പറഞ്ഞ തർജീഹിൽ ചിലതിലൊക്കെ മുഖാലഫത്ത് ചെയ്യേണ്ട ആര്? ഗസാലി തന്നെ വസീത്തിൽ ഖുലാസയിലും. അങ്ങനെ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹും റംലിയും, വലിയ റംലിയും ശിഷ്യനായ ഇബ്നു റംലി റഹിമഹുല്ലാഹു തആല ഷിർബീനൊക്കെ ചെയ്തത് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കുതുബുകളിൽ നിന്ന് എന്ത് ചെയ്യലാണ്? അതിനെ തഹ്രീർ ചെയ്യലാണ്. അതിൽ ഏറ്റവും മുഖദ്ദമായിട്ട് വന്നത് അസ്നൽ മതാലിബ. അതുകൊണ്ടാണ് അസ്നാണ് കൂടുതൽ ദിക്ർ ഉണ്ടാവുക മുതഅഖിരീങ്ങളുടെ ഇടയിൽ. നിങ്ങൾക്കൊക്കെ ഏകദേശം ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കുതുബുകൾ എണ്ണം പറഞ്ഞാൽ ചിലപ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരെ അസ്ന. കാരണം എന്താ? നമ്മളെ ഗസാലി റഹിമഹുല്ലാഹുവിൻ്റെ വജീസ് പോലെയാണ് അസ്ന വരുന്നത്. വജീസോ ഖുലാസ പോലെയാണ് അസ്ന വരുന്നത്. തഹലീലുണ്ടെങ്കിലും കൂടി അത് മുഹററാണ്. ഏറ്റവും അവസാനം മുഹററായ ഒരു കുത്തുബാണ്. അപ്പോൾ അവരുടെ ശിഷ്യനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹും റംലി ഉപ്പയും ഇബ്നു റംലി റഹിമഹുല്ലാഹ് ഷിഹാബും ഷംസും ഇവരൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കുതുബുകൾ തഹ്രീർ ചെയ്ത്, ആ തഹ്രീർ ചെയ്തപ്പോൾ അവിടെ എന്തുണ്ടായി? ഷുറാഹുകൾ മുഹ്തമലായത്, നസ്സിൽ ഖിലാഫില്ല, മുഹ്തമലായ കാര്യം പറഞ്ഞല്ലോ, തർജീഹ് ചെയ്തല്ലോ. ഇബ്നു റിഫഅയും ഇവരും വന്നിട്ട് റാഫിഈനെ തഖ്ദീം ചെയ്യണോ നവവിനെ തഖ്ദീം ചെയ്യണോ ചർച്ച ചെയ്ത് ചില മസലത്തിൽ റാഫിഈനെ തഖ്ദീം ചെയ്ത് ചിലതിൽ നവവിനെ തഖ്ദീം ചെയ്ത്. അതങ്ങനെ തന്നെയാണ്. ഒരു തഹ്രീർ കഴിഞ്ഞാൽ അത് ഫൈനൽ ചെയ്യണ്ടേ? ആ രൂപമാണ് ആര് ചെയ്തത്? ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ് ചെയ്തത്. ആ തഹ്രീർ അവിടെയാണ് നമുക്ക് ക്ലിയറായ ഒരു തഹ്രീർ കിട്ടുക. അതുവരെ ഇബ്നു റിഫഅൻ്റെ കിതാബ് മാത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കണ്ടില്ല. ചിലപ്പോൾ നവവി ഇമാമിൻ്റെ തർജീഹ് മുഖദ്ദമായിരിക്കും. ഇബ്നു റിഫഅ എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് തർജീഹ് ചെയ്തിട്ടുണ്ടാവില്ല, അത് തർജീഹ് ചെയ്തിട്ടുണ്ടല്ല. പക്ഷേ ഇസ്നവി അതായിരിക്കും തർജീഹ്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി കാമിലായ ആ മുതഅഖിരീങ്ങളെ ഖിലാഫും ആ മുഹ്തമലായതിലുള്ള തഖ്രീറും ഉറപ്പും എന്താണെന്നുള്ളത് ഉറപ്പിച്ചതാരാണ്? ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹു തആല. അവരെ ശേഷം
അവരത് തഖ്രീർ ചെയ്തപ്പോൾ ഒരു കിതാബിൽ ഇങ്ങനെ മറ്റൊരു കിതാബിൽ അങ്ങനെ ആയി. അതായത് തഖ്രീർ ചെയ്തപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യും, ചില തഅലീലാത്തിൽ വ്യത്യാസം വരും. തഅലീലാത്തിൽ വ്യത്യാസം വരുമ്പോൾ ഹുക്മിലും വ്യത്യാസം വരാം. നവവിൻ്റെ തന്നെ എടുത്തിട്ടുണ്ടാവും, പക്ഷെ തഅലീൽ ഇവിടെ പറയുന്നതല്ലായിരിക്കും അവിടെ പറയുന്നത്. അല്ലെങ്കിൽ മസ്അലത്തിൽ ഇഖ്തിയാർ പറഞ്ഞത് ഷുറാഹിൻ്റെ ഖൗൽ അതിലില്ല, അല്ലെങ്കിൽ ഷുറാഹ് ഇഖ്തിയാർ ചെയ്തു നവവി റാഫിഈ പറയാത്ത അഖ്വാലുകളിൽ നിന്ന്. ഇപ്പോൾ ഇബ്നു ബിസ്രി റഹിമഹുല്ലാഹിൻ്റെ ഫത്താവ എന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇബ്നു ബിസ്രി മുമ്പുള്ള ആളാണ്. ഇബ്നു ബിസ്രി റഹിമഹുല്ലാഹിൻ്റെ ഫത്താവ എന്ന് ഉദ്ധരിച്ച് പറയും അത് മുഖദ്ദമാണെന്ന് അറിയും. കാരണം ആ മൻഹജ് വെച്ച് നോക്കുമ്പോൾ അത് മുഖദ്ദമാവേണ്ടതാണ്. അപ്പോൾ ഇസ്തിൽഹാഖും കൂടി ചെയ്ത്, ഫിഖ് പഠിച്ചവർക്ക് ഇസ്തിൽഹാഖ് എന്താണെന്ന് അറിയാലോ. ഇസ്തിൽഹാഖ് ചെയ്ത്, അതായത് നവവി റാഫിഈൽ ഉണ്ടായിരുന്നതും അതിൽക്ക് ചേർക്കേണ്ടതും ഇസ്തിൽഹാഖ് ചെയ്ത്. ആര്? ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹു തആല. ഇനി സക്കരിയ അൻസാരി ചെയ്തതിന് ഒരു തഹ്രീർ ആവശ്യമാണോ? ആവശ്യമാണ്. കാരണം എന്താണ്? അവരെല്ലാതും കൂടി ജമഅ ചെയ്ത് അവർ ഉംറ കഴിയുമ്പോൾ എന്താ ഇത് അത് ഇനിയും തഹ്ദീബ് ചെയ്യാൻ കിടക്കേണ്ട. അവിടെയാണ് ഷംസുദ്ദീൻ ഷിഹാബുദ്ദീൻ റംലി റഹിമഹുല്ലാഹുവിൻ്റെ സ്ഥാനം വരുന്നത്. ഷംസുദ്ദീൻ റഹിമഹുല്ലാഹു തആല അതിന് തഅലീൽ അനുസരിച്ച് മൻഹജ് അനുസരിച്ചിട്ട് തഹ്രീർ ചെയ്ത് ആദ്യമായിട്ട് തഹ്രീർ ചെയ്ത ആളാണ് സ്വന്തം ശിഷ്യനായ അഹ്മദ്. മുഹമ്മദ് അല്ല, ഷിഹാബ് അഹ്മദാണ്. ഷംസ് മുഹമ്മദാണ്. ഷിഹാബുദ്ദീൻ എന്ന് കേട്ടാൽ പേര് അഹമ്മദ് ആയിരിക്കും. അഹമ്മദീനെ ഷിഹാബുദ്ദീൻ അറിയാം, മുഹമ്മദ് ഷംസുദ്ദീൻ എന്നറിയാം. അപ്പോൾ ഷിഹാബുദ്ദീനായ ഉപ്പ എന്ത് ചെയ്ത് തഹ്രീർ സ്വന്തം ശിഷ്യനാണല്ലോ, അവരാണ് ആദ്യമായി തഹ്രീർ ചെയ്തത്. പക്ഷെ അവരെ അഖ്വാലുകളും അവരെ ഇതും തഹ്ദീബായിട്ട് നമ്മൾക്ക് എത്തിയത് ഇബ്നു റംലി റഹിമഹുല്ലാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടും വേണം. അത് നന്നാക്കി പുറത്ത് കൊടുക്കുന്നതാണ് റംലി റഹിമഹുല്ലാ. അപ്പം നമ്മൾ റംലിയും ഇബ്നു റംലി എന്ന് പറയൂല, റംലി ഒറ്റ മോനെ പറയാ. പക്ഷേ ഉദ്ദേശിക്കുന്നത് രണ്ടാളാണ്. ഉദ്ദേശിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ശിഷ്യനായ മുഹരിറായ അസാലത്തൻ മുഹരിറായതും മകനായ തക്മിലത്ത് ചെയ്ത ആ തഹ്രീർ നന്നായിട്ട് ഇസ്തിആബ് ഉണ്ടായിട്ട് അതിനെ തഖ്രീർ ചെയ്ത ആളാണ് മകന്. അപ്പോൾ രണ്ടാളും ഒരാളെ സ്ഥാനത്തായി. ന്യായ എന്നുള്ളത് മാത്രം നോക്കല്ല. പിന്നെ ഷിർബീനി റഹിമഹുല്ലാ, ഷിർബീനി ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ശിഷ്യൻ മാത്രമല്ല റംലിനും ശിഷ്യനാണ്. അപ്പോൾ കൂടുതൽ ഭാഗം റംലിയിൽക്കായിരിക്കും ചായ്വ് ഉണ്ടാവാം. പക്ഷേ അവരും തഹ്രീർ ചെയ്യലുണ്ട്. അപ്പോൾ ചില മസ്അലകളിൽ ഷിർബീനി റഹിമഹുല്ലാഹു തആല എന്തായി, ആ തഹ്രീറിന് മുവാഫഖത്ത് ചെയ്യാതെ വേറെ തഹ്രീർ എടുത്തു. പിന്നെ നമ്മൾ ആര് വരുന്നു? ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ്. അഹ്മദ് ഇബ്നു ഹജർ ഹൈതമീൻ്റെ ദൗർ അദീമാണ് ഹഖീഖത്ത് പറഞ്ഞാൽ. കാരണം അവർ ചെയ്തത് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ തഹ്രീറിനൊപ്പം യമനി പണ്ഡിതന്മാരെ കുതുബുകളും കൂടി തഹ്രീർ ചെയ്തിട്ട് കൊടുന്ന്. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കുതുബുകളിൽ കുറേ യമനി കിതാബുകൾ ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. യമനി കുതുബുകളുണ്ടല്ലോ, ഉബാബ്, അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് വരുന്ന എന്താണ് ഇർഷാദ്, ഇബ്നു മുഖ്രി റഹിമഹുല്ലാഹിൻ്റെ ഈ കുതുബുകൾ മക്കയിലായത് കൊണ്ട് കുറേ യമനികളായിട്ട് ബന്ധമുണ്ടായിരുന്നു. യമനി ഫിഖ് കുതുബുകളൊക്കെ ആരുടെ കയ്യിലുണ്ടായിരുന്നു? ഇബ്നു ഹജർ. അപ്പോൾ അവിടുത്തെ തഅലീലും തഹ്രീറും ആരെടുത്തുണ്ട്? ഇബ്നു ഹജർ റഹിമഹുല്ലാഹിൻ്റെ അടുത്തുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ അടുത്തില്ല. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ അഖ്വാലുകൾ ചിലപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് തളഈഫ് ചെയ്ത ഖൗല്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തഖ്വിയത്ത് ചെയ്യാം. കാരണം എന്താ, ഒരിടത്ത് അഖ്വാ തഅലീൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു തഹ്രീറാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹിൻ്റെ തഹ്രീർ. ഖുലാസത്തായിട്ട് പറയാം, ഇഖ്തിസാറായിട്ട് ഈ രൂപം ശരിക്കും പറഞ്ഞാൽ കിട്ടാൻ പ്രയാസമാണ് ഒരു ഇതിൽ ഇരുത്തത്തിൽ. അതുകൊണ്ടാണ് കൂടുതൽ തിരിച്ച് നവവിയിലേക്ക് വരാം റഹിമഹുല്ലാഹ്. തയ്യിബ്, ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തഹ്രീർ ചെയ്ത്
റംലി റഹിമഹുല്ലാഹ് തഹ്രീർ ചെയ്ത്. ഇനി ഇവരെ കലാം തഹ്രീർ ചെയ്യണ്ടേ? നടന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. പക്ഷേ കൂടുതൽ ഹവ്വും തഹ്രീർ ചെയ്ത് കിട്ടിയത് ആർക്കായിരിക്കും? റംലി റഹിമഹുല്ലാഹ്നാണ്. റംലി റഹിമഹുല്ലാഹിൻ്റെ കലാമ് തമാമായ തഹ്രീറിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. സിയാദി റഹിമഹുല്ലാഹ് അതാണ് ഏറ്റവും അഹമ്മായത്. സിയാദി റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഹലബി റഹിമഹുല്ലാഹ്, ഷുറാഹുൽ മനഹജിൻ്റെ ഷുറാഹൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കലാം ഷർഹ് ചെയ്തത് റംലീൻ്റെ കലാം കൊണ്ട് തഹ്രീർ ചെയ്തിട്ടാണ്. അസ്ഹാബുൽ ഹവാഷി അവരെ അഹമ്മിയത്ത് മനസ്സിലാക്കണം. അതുപോലത്തെ അഹമ്മിയത്തിനൊപ്പം മനസ്സിലാക്കണം അവരെ മസ്ലക്ക് റംലിയത്തിൻ്റെ മസ്ലക്കാണ്. അതായത് റംലി റഹിമഹുല്ലാഹുവിൻ്റെ തഹ്രീറാണ് അവിടെ വരുന്നത്, ഹജർ റഹിമഹുല്ലാഹിൻ്റെ മസ്ലക്കല്ല. ഹലബി റഹിമഹുല്ലാഹു തആല, അതുപോലെ തന്നെ ഷബ്റമല്ലീസി റഹിമഹുല്ലാഹു തആല, അലി ഷബ്റമല്ലീസി, ഇവരൊക്കെ വരുന്നത് ഒരു മദ്രസയിലാണ്. റംലി ഇവരെ കലാം ശരിക്കും വായിച്ചാൽ നമുക്ക് നിഹായൻ്റെ ഇബാറത്തുകൾ കുറേ ഹല്ല് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇബാറത്തിൻ്റെ കുറേ മുഹ്തമലായത് തക്കീതാക്കി തന്നത്, ഖത്ആക്കി തന്നത് ആരാണ്? ഇവരൊക്കെയാണ്. അതിൽപ്പെട്ട ആഖിറായിട്ട് വന്ന ആ മസ്ലക്കിൽ ആഖിറായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ബാജൂരി റഹിമഹുല്ലാഹ്. അപ്പോൾ ബാജൂരി റഹിമഹുല്ലാഹിൻ്റെ മത്നബ് ശുജാഇൻ്റെ മേലുള്ള ഷർഹ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഇബ്നു ഹജറിൻ്റെ മുഅ്തമദായിരിക്കില്ല അവർ പറയേണ്ടാവുക, ചിലപ്പോൾ അല്ല. ഒരു ഖിലാഫ് വന്നു കഴിഞ്ഞാൽ ഇബ്നു ഹജറിൻ്റെ മുഅ്തമദ് എടുക്കുക, റംലിൻ്റെ മുഅ്തമദ് എടുക്കുക. ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിൻ്റെ മുഅ്തമദ് കുതുബുകൾ ശരിക്കും തഹ്രീർ ചെയ്യപ്പെട്ടത്, അതായത് ആദ്യമായിട്ട് തഹ്രീർ ചെയ്തതെന്നറിയാം, നമുക്ക് വേണമെങ്കിൽ പറയാം ചെറിയ രൂപത്തിൽ തഹ്രീർ ചെയ്ത ഫത്ഹുൽ മൊയ്ൻ, അതൊരു ആദ്യത്തെ തഹ്രീർ തന്നെ പറയാം. പിന്നെ വരുന്ന ഒരു തഹ്രീറാണ്, പ്രിൻ്റായിട്ടില്ല, തശ്യീദുൽ ബുനിയാൻ എന്ന് പറഞ്ഞൊരു കിതാബ്, യമനി പണ്ഡിതൻ്റെ ഒരു കിതാബാണ്, പ്രിൻ്റായിട്ടില്ല, ഭയങ്കര മുഹിമ്മായ കിതാബ്, അതൊരു തഹ്രീറിൻ്റെ രൂപത്തിലാണ്. പിന്നെ കുറേ അങ്ങോട്ട് വന്നിട്ട് പിന്നെ വരുന്ന യമനി പണ്ഡിതന്മാർക്ക് കുറച്ച് എത്തിന ഉണ്ടായിരുന്നു, പക്ഷേ തഹ്രീറിൻ്റെ രൂപത്തിലില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഇതിൽ സേവനം ചെയ്തത് ആരാ? ഖുർദി റഹിമഹുല്ലാഹ്, ഇമാമുൽ ഖുർദി റഹിമഹുല്ലാഹു തആലയാണ് ഏറ്റവും കൂടുതൽ ഇഅ്തിനാഉം തഹ്രീറും ചെയ്തിട്ടുള്ളത്, തഹ്രീറും ചെയ്ത ആരെ? ഇബ്നു ഹജറിൻ്റെ മസ്ലക്കിനെ. അപ്പോൾ ഇതാണ് ഖുലാസത്തുൽ കലാമി തഹ്രീർ. അപ്പോൾ ഒരു അസ്ല് തഹ്രീർ ചെയ്യുന്ന തഫറു ചെയ്യുന്ന കാര്യമാണ് തഹ്രീറാത്ത്. അപ്പോൾ രണ്ട് തഹ്രീറാണ് ഹഖീഖത്തിലുള്ളത്. ഏതൊക്കെ? ഒന്ന് ഗസാലി റഹിമഹുല്ലാഹും അവിടുന്ന് വരുന്ന രണ്ടെണ്ണം, രണ്ടും ഗസാലിക്ക് മടങ്ങുന്നത് കൊണ്ട് എന്ത് പറയേണ്ടി വരും? ഗസാലി ഇമാമിന് ഇതിലും പറയാതും, അപ്പോൾ ഗസാലിനെ അവിടെ പറയൂല, ദിക്റയൂല. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാമിനെ ഇബ്നു ഹജർ റംലിൻ്റെ ഖിലാഫിൽ ഷെയ്ഖുൽ ഇസ്ലാമിനെ ഇട്ടാൽ ഇവിടും ഷെയ്ഖുൽ ഇസ്ലാം അവിടെ ഷെയ്ഖുൽ ഇസ്ലാം ആവും. കലാമി വാദിഹ്. നിങ്ങൾ ഇതിൻ്റെ ഒരു ഇഷാറത്ത് കാണുമെങ്കിൽ ബുഷ്റൽ കരീം എടുത്താൽ തുടക്കത്തിൽ പറയേണ്ടാവും ഷെയ്ഖുൽ ഇസ്ലാം റംലിയും ഇബ്നു ഹജറുള്ള ഖിലാഫിൽ ഷെയ്ഖുൽ ഇസ്ലാമുണ്ട്, പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാമിനെ ആവർത്തിക്കുന്നില്ല എന്ന് അറിയണ്ടേ. അതെന്താണ് കാരണം? ഇതാണ് കാരണം. കലാമി വാദിഹ് പറഞ്ഞു തരിക. അതന്നെ ബാക്കിയൊക്കെ പറയണം. ഞാൻ ആ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ബുഷ്റൽ കരീം തഹ്രീറിൻ്റെ കിതാബാണെന്ന് ഞാൻ പറയണില്ല. ബുഷ്റൽ കരീം റഹിമഹുല്ലാഹ് ഒരു ജംഇൻ്റെ കിതാബാണ്, ചെറുതായിട്ടുണ്ട്. പക്ഷേ യമനി പണ്ഡിതന്മാരെ അഖ്വാലുകളുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് മുഖാലിഫായ ആ രണ്ട് മസ്ലക്കല്ലാത്ത വേറൊരു മസ്ലക്കുണ്ട്. അത് നമ്മൾ പിൽക്കാലത്ത് വന്ന് അത് കഴിഞ്ഞ് ഇബ്നു ഹജറും റംലിയിലാണ് ഇപ്പോൾ മദ്ഹബ് നിൽക്കുന്നത്. ശരിക്കും രണ്ടും തഹ്രീറായി കഴിഞ്ഞു. പക്ഷെ ഇന്നിപ്പോൾ നമ്മളൊക്കെ കസല് കൊണ്ട്, ഹഖീഖത്ത് കസല് കൊണ്ട് എന്തായി, ഈ തഹ്രീർ ചെയ്ത സാധനം തഹ്രീറായി എന്ന് തിരിയണില്ല എന്നേ ഉള്ളൂ. ഹഖീഖത്ത് നോക്കി തഹ്രീറായി കഴിഞ്ഞ് അഖ്വാലൊക്കെ കീറി മുറിച്ച് ഇബ്നു റിഫഅയും ഇസ്നവിയും ഇസ്നവി റഹിമഹുല്ലാഹും
സർകശി റഹിമഹുല്ലാഹ്, ഇവരൊക്കെ അസ്റായി റഹിമഹുല്ലാഹ് ഇവരൊക്കെ ചെയ്ത പണി മുഹശ്ശിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഹഖീഖത്തിൽ. ഇനി ആ പണി എടുക്കണ്ട. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ അഖ്വാൽ മുഹശ്ശിൻ്റെ അഖ്വാലിൻ്റെ ഖുലാസത്ത് എടുക്കണം. അത് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. എന്തുപോലെ ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ചെയ്ത പോലെ ഉണ്ടാവണം, ജംഅ് വേണം. അപ്പോൾ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കാണും. ഷിർവാനി റഹിമഹുല്ലാഹിൻ്റെ കലാമിൽ കാണും. ഷിർവാനി അതിൻ്റെ തുടക്കം എന്നറിയാം, ആ ഒരു മസ്ലക്കിൻ്റെ തുടക്കം. പക്ഷേ പിന്നീട് ആ മസ്ലക്ക് നമ്മൾ താഴോട്ട് കണ്ടിട്ടില്ല. പിന്നെ നമ്മളെ സമയമായി, ഈ കാലമായി. ഷിർവാനി റഹിമഹുല്ലാഹ് ഇപ്പം അടുത്ത കാലക്കാരല്ലേ. ഷിർവാനി റഹിമഹുല്ലാഹു ചെയ്ത് നോക്കിയാൽ ഷർഖാവി പറഞ്ഞു, സിയാദി പറഞ്ഞു, ഷുറാഹിൽ മനാജ് പറഞ്ഞു എന്നറിയും. ഇവരൊക്കെ പറഞ്ഞെന്നറിയുന്നത് റംലീൻ്റെ ഖൗലിനെ തഹ്രീർ ചെയ്തതോ അല്ലെങ്കിൽ ഇവരെ തഹ്രീർ ചെയ്തതാണ് ശരിക്കും ഹഖീഖത്തിൽ പറയുന്നത്. അപ്പോൾ ഖുലാസത്തു തഹ്രീറാത്തിൽ മദ്ഹബ് ഇതാണ്. അപ്പോൾ നമുക്കറിയാം ഹഖീഖത്തൻ മൂന്ന് മർഹലയാണ് അസാലത്തനായിട്ടുള്ളത്. അസാലത്തനായിട്ട് 3 മർഹല. ഇമാം ഷാഫിഈൻ്റെ കലാം തദ്വീനും ആ കലാമീന്ന് എന്താണ് തഫറുഉം, തദ്വീനിൻ്റെ ശേഷം ഫഹ്മിയിൽ തഫറു ഉണ്ടായ ആദ്യത്തെ മർഹല ഖുറാസാനികളും ഇവരൊക്കെ. അത് അവസാനിക്കുന്നവിടെ അബുൽ മആലി ജുവൈനിൻ്റെ ഉപ്പാടടുത്ത്. അബുൽ മആലി ജുവൈനി അബു മുഹമ്മദ് ജുവൈനി അവർ തുടക്കമാണ്. ഗസാലിയിൽ അത് ഗസാലിയാണ് ക്ലിയർ ആക്കുന്നത്. ഗസാലിയും തഫറു ആവുന്നത് റാഫിഉം നവവി റഹിമഹുല്ലാഹു തആല. അപ്പോൾ രണ്ടാമത്തെ തഹ്രീർ റാഫിഇ നവവി റഹിമഹുല്ലാഹ്, അതായത് ആദ്യത്തെ തഹ്രീർ എന്നറിയാം. ശരിക്കും പറഞ്ഞാൽ അബുൽ മആലി റഹിമഹുല്ലാഹിൻ്റെ കലാം എടുത്തു നോക്കിയാൽ 2 തരീഖത്ത് ജമഅ ചെയ്ത കുത്തുബ് കാണാൻ പറ്റും. ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ് 2 തരീഖത്തിന് ജമഅ ചെയ്തിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് ഹഖീഖത്തിൽ ജമഅ വന്നത് എവിടെയാണ്? അബുൽ മആലിയാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ദർസ് കഴിഞ്ഞതിൻ്റെ ശേഷം അബു മുഹമ്മദിൻ്റെ കിതാബ് എടുക്കുക. അത്തരീഖത്തൈൻ വസ്സിൽസിലത്തൈൻ എന്നാണ് അതിൻ്റെ പേര്. എന്താ ഈ തരീഖത്തൈൻ വസ്സിൽസിലത്തൈൻ? 2 തരീഖ, രണ്ടും ജംഅ. ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹു തആല ഒരു 2 തരീഖയിൻ്റെ മശായിഖ്മാരേത് സിൽസില മുട്ടുന്നുള്ള ആളാണ്. 2 തരീഖത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ് ഇബ്നു സ്വലാഹ്. ആരാ പിന്നെ വരുന്ന ആളാണ്? നവവിൻ്റെ ഷെയ്ഖാണല്ലോ. നവവി റഹിമഹുല്ലാഹിൻ്റെ ഷെയ്ഖ അല്ലാണ്ട് നേരിട്ട് ഷെയ്ഖാണ് ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹു തആല. ഇബ്നു സ്വലാഹ് കുറേ മുഖദ്ദിമൊന്നല്ല. മുഹദ്ദബും ഇതൊക്കെ എന്നറിയുന്നത് എന്താണ്? ആ മുഹദ്ദബും അതൊക്കെ തഹ്രീറിലേക്ക് എത്തിയിട്ടില്ല. അതൊക്കെ ഈ മദ്ഹബിലുള്ള കുതുബുകളുടെ അഖ്വാലുകളും ബയാൻ ചെയ്യലുമാണ് അതിലുള്ളത്. മനസ്സിലായ? ഖിലാഫാത്ത് ഉദ്ധരിക്കൽ മാത്രം പോരാ തഹ്രീറിന്. ഇപ്പോൾ ഷുറാഹുൽ മനാജ് ഇങ്ങനെ പറഞ്ഞെന്നറിഞ്ഞാൽ തഹ്രീറിൽ എത്തൂല. തഹ്രീറിൽ എത്തണം എന്നുണ്ടെങ്കിൽ ദഖീഖായ തുടക്കം മുതൽ അവസാനം തഹ്രീറിൻ്റെ മസ്ലക്കി പോകണം. അതന്നെ, അതിൽ കാമിലായ തഹ്രീറിൻ്റെ സൂറത്ത് എത്തിയിട്ടില്ല. ഇങ്ങനെ നോക്കേണ്ട. ഫുറാനി ഇമാമിൻ്റെ, മഹാമിലി ഇമാമിൻ്റെ, ഇവരെ മുഅ്തമദ് എന്ന് പറഞ്ഞ കിതാബ്, ഇതിലൊക്കെ ആ മുഅ്തമദ് തന്നെ ഉണ്ടാക്കിയത്, മുഅ്തമദ് എന്ന് പറഞ്ഞ കിതാബ് തന്നെ ഉണ്ടാക്കിയത് എന്തിനാ? തർജീഹിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ഒക്കെ ആ മസ്ലക്ക് പിൽക്കാലത്ത് ഇസ്നവി റഹിമഹുല്ലാഹ് ഇവരൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് തഹ്രീറിൽ ക്ലിയർ ആയിട്ട് വരുന്ന ആളാരാ? നവവിയും റാഫിഇയാണ്. കാരണം ഇസ്തിആബ് ഉണ്ടാവുന്നു. ഇവർക്ക് എന്തുണ്ട്? തഹ്രീറിന് ഒരു സിഫത്തുണ്ട്, ഇസ്തിആബിയത്ത് വേണം. അല്ലാതെ കുറച്ച് കിതാബുകളും 2 കിതാബുകളും തർജീഹിക്ക് മാത്രം എത്തലല്ല, ഇസ്തിആബിയത്ത് ഉണ്ടാവണം. നവവി ഇമാം റഹിമഹുല്ലാഹു തആല
എല്ലാ അഖ്വാലു അസ്ഹാബുൽ മദ്ഹബിൻ്റെ അഖ്വാലുകളൊക്കെ ജമഅ ചെയ്തിട്ട് ഒരു കിതാബുണ്ട്. ഏതാ? റൗദത്തുൽ താലിബീൻ. റൗദത്തുൽ താലിബീൻ. ഖിലാഫുൽ ആലിയും നമ്മളെ മദ്ഹബിലത്തെ ഖിലാഫുകളും ഉദ്ധരിക്കുന്ന മറ്റൊരു കിതാബുണ്ട് മജ്മൂഅ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അഖ്വാൽ നമ്മളെ മുന്നിൽ ഒരു എന്തുണ്ട്? സോഴ്സ് ഉണ്ട്. ആരെ സോഴ്സ്? നവവിൻ്റെ സോഴ്സ് റഹിമഹുല്ലാഹ്. ഇസ്തിആബിയ്യത്ത് നമ്മളെ മുന്നിൽ കാണാൻ പറ്റും. ആ റൗളൻ്റെ മുകളിൽ ചേർക്കേണ്ടെങ്കിൽ അത് കുറച്ചേ ചേർക്കാൻ പറ്റുള്ളൂ. ബുൽഖീനി റഹിമഹുല്ലാഹിൻ്റെ ഹാഷിയത്തിൽ വന്ന ബുൽഖീനിക്ക് ഹാഷിയത്തിൻ്റെ റൗളൻ്റെ മേലിൽ അതിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും എന്ത്? ചെറിയ ചേർക്കലേ വരുള്ളൂ. മനസ്സിലായ? അപ്പോൾ ഇസ്തിആബിയ്യത്തിൻ്റെ സൂറത്ത് ആർക്കുണ്ട്? മുഹർരിരീൻ ഉണ്ടാവണം. ഷിറാസി റഹിമഹുല്ലാഹു ആവട്ടെ, ഇപ്പോൾ ഫുറാനി റഹിമഹുല്ലാഹു ആവട്ടെ, ഇവരൊക്കെ തഹ്രീർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്തിആബിയ്യത്ത് വന്നിട്ടില്ല ഇവർ തഹ്രീറിൽ. അസ്ഹാബിൻ്റെ അഖ്വാൽ ഇസ്തിആബായിട്ട് വരണ്ടേ? ഇമാം ഹറമൈൻ്റെ ഉപ്പാടെ കിതാബ് ജംആണ് അസാലത്തൻ. നിഹായത്തുൽ മത്ലബ് തർജീഹാണ്. പക്ഷെ അത് തഹ്രീർ ചെയ്യണമല്ലോ. വെറും ആദ്യത്തെ അമലാവുമ്പോൾ അതിൽ എന്തുണ്ടാവും? കുറച്ച് നമ്മൾ തഹ്രീർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഗസാലി ഇമാം റഹിമഹുല്ലാഹു തആല ഇത് കുറച്ചുകൂടി ബസ്തായിട്ട് ഇതിലുള്ളതും ഇല്ലാത്തതും ചേർത്ത് നിഹായത്തുൽ മത്ലബിനെ ബേസായി ബാക്കിയുള്ളതും കൂടി ഇസ്തിൽഹാഖ് ചെയ്ത് ഒരു തർജീഹ് ചെയ്ത് രണ്ട് മസ്ലക്കിൻ്റെ ഇടയിൽ. മനസ്സിലായോ? ബസീത്തിലും വജീസിലും ഒക്കെ. പക്ഷെ ആ തർജീഹ് ചെയ്തത് ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? അസ്ഹാബിൻ്റെ അഖ്വാൽ ഇതിൽ നിന്ന് നമ്മൾക്ക് കിട്ടി. അസ്ഹാബിൻ്റെ അഖ്വാലിൽ മർദൂദായ ഖൗലുണ്ട്. അതിന് ഷാദ് എന്ന് പറയും. ഷാദായ ഖൗലുണ്ട്. എന്തുകൊണ്ടാണ് ഷാദായത്? നസ്സിന് മുഖാലിഫാണ്. അല്ലെങ്കിൽ നസ്സിൻ അസ്ഹാബൊക്കെ ഇത്തിഫാഖുള്ള ഒരു കാര്യത്തിന് മുഖാലിഫായിട്ട് വന്ന്. മനസ്സിലായ? അപ്പോൾ അല്ലെങ്കിൽ അൽ മദ്ഹബ് ഇങ്ങനെയാണ്. മദ്ഹബിൻ്റെ അർത്ഥം അറിയാലോ. ഒരു ഖത്അ ഉണ്ടാവും, അതിൻ്റെ മുഖാലിഫ് മറ്റൊരു ഖത്അ ഉണ്ട്. അപ്പോൾ ആ രൂപത്തിൽ വരുന്ന ഒരു കൃത്യമായ ഒരു കാര്യമാണ് എന്ത്? ഇമാം നവവി റഹിമഹുല്ലാഹു ചെയ്യുന്നത്. ഇതിൽ ഇമാം നവവി റഹിമഹുല്ലാഹിൻ്റെ കുതുബുകൾ തന്നെ എല്ലാതും വെച്ച് നോക്കേണ്ടതുണ്ട്. എല്ലാതും കൂടി ഒരുമിക്കുമ്പോഴാണ് ഫുൾ പിക്ചർ വരുള്ളൂ. ഇമാം നവവി റഹിമഹുല്ലാഹു തആല റാഫി ഇമാമിൻ്റെ അടുത്തുള്ള സോഴ്സിനെക്കാട്ടിയും കൂടുതലുണ്ട്. റാഫി ഇമാമിൻ്റെ സോഴ്സ് മനസ്സിലാക്കണം. മറ്റൊന്നാണ് ഷർഹുൽ വജീസ്, ഫത്ഹുൽ അസീസ്, ഷർഹുൽ വജീസ് എന്നറിയുന്ന കിതാബ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരിടത്ത് എന്താ ഉള്ളത് എന്നുള്ളത്. മനസ്സിലായ? നവവി ഇമാമിൻ്റെ റൗള മുഹിമ്മായ ഒരു കിതാബാണ്. അഖ്വാലുകൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ റൗള വേണം. ആ റൗളൻ്റെ മുകളിൽ രണ്ട് മുഹിമ്മായ അമലുണ്ട്. റൗളൻ്റെ മേലിൽ രണ്ട് മുഹിമ്മായ ഒരു അമലുണ്ട്. ഏതൊക്കെ? റൗദുൽ താലിബ് ജസാക്കല്ലാഹ് മുഖ്തസറാണ്. അതിനെക്കാട്ടി മഹമ്മായ രണ്ട് കിതാബുണ്ട്. മൻ യഅരിഫ്? റൗദത്തുൽ താലിബീൻ്റെ മേൽ ബേസ് ചെയ്തിട്ട് രണ്ട് കിതാബ് മുഹിമ്മായിട്ടുണ്ട്. ഇല്ല, ഏറ്റവും മുഹിമ്മായ രണ്ട് കിതാബുണ്ട്. ഉബാബ് മുഖ്തസറാണ്. എന്തിൻ്റെ മുഖ്തസർ? റൗളൻ്റെ മുഖ്തസറാണ്. രണ്ടാമത്തെ ഒരു കിതാബ് മഹല്ലി ഇമാമിൻ്റെ കിതാബ് ഷർഹുൽ മിൻഹാജ്. ഇഫ്തഹ് റൗള വഫ്തഹ് മഹല്ലി. അസ്ഹാബിൻ്റെ അഖ്വാല് ഖുലാസ, അതായത് അസ്ഹാബിൻ്റെ വലിയ അഖ്വാലുകളെ രൂപം മിൻഹാജിൽക്ക് ചേർത്ത് കൊടുത്ത്. അതായത് നവവി ഇമാമിൻ്റെ അഖ്വാലുകൾ നവവി ഇമാമിൻ്റെ തന്നെ ചേർത്ത് കൊടുത്ത്. കാരണം റദ്ദുൽ അംരി ഇലൽ അസ്ല് ആവശ്യമാണ് തഹ്രീറിന്. മനസ്സിലായ? അതുകൊണ്ടാണ് ഷാരിഹുൽ മുഹഖിഖ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ല? റദ്ദുൽ അംരി ഇലൽ അസ്ലി. അപ്പോൾ മഹല്ലിൽ ഇഷ്കാൽ വന്നാൽ എവിടെ നോക്കണം? റൗദുൽ താലിബ് നോക്കിയാൽ മതി. ഖുലാസത്തു മാ ഫിൽ അംർ
തഹ്രീറാത്തിൻ്റെ രൂപം ഇങ്ങനെയാണ്. വഖലീൽ, എല്ലാവരും നവവി ഇമാമിൻ്റെ കുതുബുകളെ കുറിച്ച് പറയും, കുതുബുകളെ തർത്തീബുകൾ പറയും. എല്ലാവർക്കും അറിയാം എന്താണ് അതിൽ ബെയ്ത്തുകളുണ്ട്, തക്രാർ ഉള്ള വിഷയം. പക്ഷെ സുആൽ മൻ റത്തബ്, ആരാ തർത്തീബ് ചെയ്തത്? അതൊരു സുആലല്ലേ? അതിന് ജവാബ് മിക്കവരിടത്തും കാണാറില്ല. തർത്തീബ് ഇങ്ങനെയാണ്. മൻ റത്തബ ഹാദാ, തർത്തീബായ ഒരാൾ, തർത്തീബ് ചെയ്ത ഒരാളുണ്ടാവില്ല. അതുപോലെ തന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹിന്റെ കുതുബുകൾ തർത്തീബ് ചെയ്തതാരാ? അതന്നെ, അവര് മുമ്പ് അത് തഹ്രീർ ചെയ്ത് യമനി പണ്ഡിതന്മാരാണ് ആദ്യമായി എന്ത് ചെയ്തത്? ഇബ്നു ഹജർ റഹിമഹുല്ലാഹിന്റെ കുതുബുകൾ തഹ്രീർ ചെയ്തത്. പക്ഷെ ആ തഹ്രീറൊക്കെ ബിദാഇയായ തഹ്രീറാണ്, കാമിലായ തഹ്രീർ കഴിഞ്ഞ്. ഇനി ആ തഹ്രീറൊക്കെ ജമ ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. പക്ഷേ കസൽ. നഅം, ഖുലാസത്തുൽ കലാം ലാ ഉത്തീൽ, ഹഖീഖത്തൻ ലാ ഉത്തീൽ. കാരണം നിങ്ങൾക്ക് എന്തുണ്ട്, ഈ മിൻഹാജിനെ കുറിച്ച് മുഫസ്സലായിട്ട് വരുന്നുണ്ട്. അതിൽ ഈ കാര്യം മനസ്സിലായാൽ ആ ടോക്കിൻ്റെ മൗള് എവിടെ നിങ്ങൾക്ക് തിരിയും. അതിൽ എങ്ങനെ വരുന്ന അല്ലാഹു ആലം. നവവി ഇമാമിൻ്റെ മദ്ഹബ് എന്ന് പറഞ്ഞ ഖൗല്, യാ ഷെയ്ഖ് ഇദാ അറദ്ത അൻ തഫ്ഹമ മാ ഹാദാ ഹഖീഖത്തൻ റുദ്ദൽ അംർ ഇലൽ അസ്ൽ. ശരിക്കും പറഞ്ഞാൽ മിൻഹാജ് ശരിക്കും തിരിയണം. മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താ തിരിയണം? എല്ലാ മദ്ഹബുള്ളിടത്തും എന്താ ഉദ്ദേശിക്കുന്നത്? റൗദത്തുൽ താലിബീൻ നോക്കിയാൽ മതി. റൗദത്തുൽ താലിബീൻ നോക്കാൻ മടിയാണെങ്കിൽ മഹല്ലി നോക്കിയാൽ മതി. അപ്പോൾ ഖിലാഫ് ഉണ്ടല്ലോ പണ്ഡിതന്മാരുടെ അടുത്ത്. മദ്ഹബ് എന്ന് പറഞ്ഞത് എന്താണ്? പ്രത്യേകിച്ചിട്ട് തുഹ്ഫൻ്റെ ഇബാറത്ത് അവിടെ വരുമ്പോൾ തരീഖിൻ ഔ തരീഖൈൻ എന്താണെന്ന് അറിയും. വഖദ് ഹലൽതു ഹാദാ വൽഹംദുലില്ലാ എന്ത് വെച്ചിട്ട്? റൗദത്തുൽ താലിബീൻ വെച്ചിട്ട്. അവരെന്താ ഉദ്ദേശിക്കുന്നത് തിരിയാലോ. നഅം, അഖ്തിമു ഹാദാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരം വേണ്ട ചോദിച്ചോട്ടെ. കാരണം ഇന്ന മുകളിൽ പോയി കഴിഞ്ഞാൽ നിസ്കാരം ചോദ്യമുള്ളവർക്ക് ചോദിക്കാം. ഈ പറഞ്ഞത് വേറെ ഇങ്ങനെ പൊതുവായിട്ട് ആൾക്കാർ പറയുന്നത് കാണാറില്ല. മുഹിമാണ്, ബാക്കിയുള്ളത് കിട്ടുമായിരിക്കും. ഉണ്ടല്ലോ ഈ തർജീഹ് ചെയ്തത് എന്ത് ചെയ്യണം? തർജീഹ് ചെയ്തത് ഇമാം ഖത്ആയിട്ട് പറഞ്ഞ ഖൗലുണ്ടാവുമല്ലോ, അതിനെ മുഖാലിഫാണോ നോക്കണ്ടേ? ഒരിടത്ത് തർജീഹ് അസ്ഹാബുൽ വുജൂഹിൻ്റെ അടുത്ത്, അസ്ഹാബുൽ വുജൂഹ് എന്ന് പറഞ്ഞാൽ മദ്ഹബിൻ്റെ ഉസൂൽ വെച്ച് തർജീഹ് ചെയ്യുന്ന ഉലമാക്കൾ, നസ് അതായത് ഉസൂലിയായ നസ്, ഖത്ഉള്ള ഖൗലിൽ അസ്ഹാബിൻ്റെ ഖൗലാ മുഖദ്ദം, ഇമാമിൻ്റെ ഖൗലാണോ മുഖദ്ദം? ഇമാമിൻ്റെ ഖൗലാണ് മുഖദ്ദം. മനസ്സിലായ? അവിടെയാണ് നമ്മൾ പറയുന്നത് തഹ്രീർ ചെയ്യുമ്പോൾ നോക്കണം ഇമാമിൻ്റെ ഖൗലുണ്ടോ ഇതിൽ. ഇമാമിൻ്റെ ഖൗലില്ലെങ്കിൽ അസ്ഹാബുൽ വുജൂഹ് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു, ഉസൂല് ഏതിൽക്കാണ് അഖ്റബ്, അല്ലെങ്കിൽ ഇമാമിൻ്റെ ഖൗൽ ഏതിൽക്കാണ് അഖ്റബ്, ഇതൊക്കെ നോക്കണ്ടേ? ഒരാളെടുത്തുള്ളതല്ലല്ലോ മറ്റൊരാളുടെ അടുത്തുള്ളത്. പിന്നീട് ഒരു നസ് കിട്ടിയാൽ പിന്നീട് ഒരു നസ് കിട്ടിയാൽ അതാണ് നവവി ഇമാമിൽ പ്രത്യേകത കൂടുതലുള്ളത്. നവവി ഇമാമിൻ്റെ അടുത്ത് നസ്, അതായത് ഇമാം ഷാഫിഈൻ്റെ നുസൂസുകൾ കൂടുതലുണ്ട്. മാത്രമല്ല കുറച്ചുകൂടിയും അസ്ഹാബിൻ്റെ അഖ്വാലുകൾ ആരെടുത്തുണ്ട്? അത് മാത്രമല്ല കേട്ടോ, അത് ഒരു ഖാസിയ്യത്ത്. അതിനൊപ്പം എന്താണ് മറ്റൊരു ഖാസിയ്യത്ത് തഅലീലിൻ്റെ വിഷയത്തിലുണ്ട്.
അപ്പോൾ അതായത് ഇപ്പോൾ ഉദ്ഹിയത്തിന്റെ കാഫിറിന് കൊടുക്കാൻ പറ്റുക എന്നുള്ള ചർച്ചയിൽ അവിടെ പിൽക്കാലം മുഹശ്ശിമാരൊക്കെ ഖിലാഫ് അൽ ഇമാമുൻ നവവി എന്താണ് ഫിൽ മജ്മൂഇ എന്ന് പറയുന്നുണ്ട്. അപ്പം മജ്മൂഇൽ നവവി ഇമാം എന്താണ് ഇവിടെ ഞാൻ അസ്ഹാബിനെ നസ്സൊന്നും എന്താണ് ഓലൊന്നും പറഞ്ഞതായി കണ്ടിട്ടില്ല. എന്താണ് മദ്ഹബിന്റെ മുഹ്തമല് മദ്ഹബ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റും എന്നാണ് വരേണ്ടത്. ഫർളിൽ കൊടുക്കാൻ പറ്റൂല, സുന്നത്തിൽ കൊടുക്കാൻ പറ്റും എന്നാണ് വരേണ്ടത് എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല. അത് നവീമാമ അല്ല, ഷാഫി ഇമാമിന്റെ ബോയത്തിൽ നേരെ നെസ്സുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിൽക്കാലം മുഹശ്ശികൾ റദ്ദ് ചെയ്യണത് അല്ലേ. അപ്പോൾ അത് നവവി ഇമാമിന്റെ അടുത്ത് കിതാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല കമാൽ ആർക്ക് കൊടുത്തിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്ത് നസ്സ് അങ്ങനെ പറഞ്ഞു. പിൽക്കാലത്ത് വന്നവർ തഹ്രീർ ചെയ്തപ്പോൾ അവിടെ ആരെ കൗലാണ് മുന്തിച്ചത്? റാഫിഈന്റെ കൗല്, നവീൻ്റെ കൗലല്ല. കാരണം അവർ താലീലി പറഞ്ഞ് നസ്സുണ്ട്. അവിടെ നമ്മൾ പറയുന്നത് രണ്ടും ഒരുമിച്ചിട്ടാണ് തഹ്രീർ ചെയ്യപ്പെടുന്നത്, ഒന്നിൽ മാത്രമല്ല. ഉലമാക്കൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നവവി ഗാലിബിലാണ്, അതുപോലെ തന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു ഗാലിബിലാണ്. അത് കുർദി നോക്കിയാൽ ഞങ്ങൾക്ക് തിരിയും, ഗാലിബിലാണ്. അതിനാണ് പറഞ്ഞത് തഹ്രീർ. ഇവരതൊക്കെ തഹ്രീർ ചെയ്യപ്പെട്ട് നമ്മൾ കസ്ലാനികളാന്നേ ഉള്ളൂ, നമ്മളാ പ്രശ്നം, അവരല്ല. അതിനൊപ്പം നമ്മളിപ്പോൾ രസകരമായ കാര്യം നവവി ഇമാമിൻ്റെ കിതാബിൽ നേരിട്ട് തഹ്രീർ ചെയ്യാനുള്ള പണിയാണ് ഇപ്പോൾ കുറേ ആൾക്കാർക്ക്. അത് മുസീബ. തഹ്രീർ ചെയ്ത് പണിത് വെച്ച് ഇങ്ങോട്ടെത്തി, ഇനി വീണ്ടും ബാക്കോട്ട് പോകണമെന്നാണ് കുറേ ആൾക്കാർ പറയുന്നത്. മുഷായിഖ് ഇനി തഹ്രീർ ചെയ്യണ വജുണ്ട്, വജില്ല എന്നല്ല, വജുണ്ട്. റംലി ഇമാമിൻ്റെതും അവരെ അഖ്വാലുകൾ തർജീഹ് ചെയ്ത മുഹശ്ശികളുണ്ട്. ഇബ്നു ഹജറിൻ്റെ അഖ്വാലുകൾ തർജീഹ് ചെയ്ത മുഹശ്ശികളുണ്ട്. ഇതും നോക്കി ഇബ്നു ഹജർ അങ്ങനെയാണോ പറഞ്ഞത്, അതാ ഇവർക്ക് വന്ന വഹ്മാണോ നോക്കണ്ട. ഇപ്പൊ ഈ പറഞ്ഞില്ല ബുവൈത്ത് ആരുടെ അടുത്തുണ്ട്? നവവി ഇമാമിന്റെ കയ്യിൽ ബുവൈത്തുണ്ട്. പക്ഷേ റഹിമഹുല്ലാഹ് അല്ലാഹു അലം ലിമാദാ ജാഅ ഹകദാ, ഇല്ലാണ്ടല്ല. വേറെ റൗള നോക്കിയാൽ കാണും ബുവൈത്ത് ഓരോ കയ്യിലുണ്ട്, പക്ഷെ അല്ലാഹു അലം. അപ്പോൾ ഒരു തഹ്രീർ വേണമെന്നുണ്ട്, ആ ഒരു വജുഹുണ്ട് അവിടെ. ബേക്കോട്ട് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ആൾക്കാരൊക്കെ ബേക്കോട്ട് നടക്കുകയാണ്. ഇങ്ങനെ ഒരു അഭിപ്രായം ഞാൻ കണ്ടില്ല എന്നും പറഞ്ഞിരിക്കെ പിന്നെ ഈ ശേഷക്കാരൻ നെസ്സിനനുസരിച്ച് പറയുമ്പോൾ അത് നബിമാമ കൊണ്ടുവന്നതിന് നേരെ മുഖാലിഫായിട്ട് വരുന്നത്. അതായത് നമ്മൾ ഈ ഹദീസിന്റെ വിഷയത്തിന് ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷാഫി ഇമാമ കണ്ടോ ഇല്ല എന്നുള്ളൊരു ചോദ്യം വരും. കണ്ടിട്ടും മൂപ്പർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു അവിടെ ജസാക്കല്ലാഹ് നിങ്ങൾ പറഞ്ഞ ഖൗല് മുജ്മലാണ്. നവവി ഇമാം ഹദീസ് കണ്ടിട്ടുണ്ടോ ഇല്ലേന്ന് നമ്മൾ പിൽക്കാലത്ത് വന്ന്, അതായത് ഒരു അസ്ഹാബിൻ്റെ ആ ഒരു സമയം മുതലാണ് നമ്മൾ പറയാൻ തുടങ്ങിയത്. കണ്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ള രീതിക്ക് പറയാൻ തുടങ്ങിയത്. അതിൻ്റെ മുമ്പ് ശിഷ്യന്മാരെന്നെ ഈ നസ് ഇതിൽ ഹദീസ് വന്നിട്ടുണ്ട്, ഹദീസ് അനുസരിച്ചിട്ട് ഷാഫി ഇമാമിൻ്റെ ഖൗല് മുഅ്തമദാവരുത്. അപ്പോൾ ഖദീമിയുള്ള ഖൗല് മുന്തിക്കണം, ജദീദുള്ള ഖൗല് മുന്തിക്കരുതെന്ന് ആദ്യം തന്നെ തഹ്രീർ ചെയ്ത് വെച്ച്, അതിനുശേഷം വന്നവർ പറഞ്ഞ് തഹ്രീർ ചെയ്യുന്നതൊക്കെ തഹ്രീർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ഹദീസ് കണ്ടാൽ അവരുടെ അടുത്ത് ഉണ്ടാവോ ഇല്ലെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ആ കാലത്തെ തഹ്രീർ കഴിഞ്ഞു. മനസ്സിലായ? ഹദീസും മദ്ഹബും വെച്ച് നോക്കണ തഹ്രീർ കഴിഞ്ഞ്, അതിൽ 100ഓളം പണ്ഡിതന്മാർ തഹ്രീർ ചെയ്ത് കഴിഞ്ഞ്, അതിന് ശേഷം വന്നവർ പറഞ്ഞ മുജ്മലായ ഖൗലാണ് നമ്മളിപ്പോൾ പറയുന്ന ഖൗൽ. എന്ത്? ഒരിടത്ത് മദ്ഹബ് ഹദീസ് എത്തിയിരിക്കാം എന്നുള്ള ആ ഒരു വിഷയത്തെ നബി ഇമാമിലേക്ക് വെച്ചിട്ട് നബി ഇമാമിന് ശേഷക്കാർ വായിക്കുമ്പോൾ ഈ ഷാഫിഈ അത് എത്തിയോ ഇല്ല എന്നുള്ള വിഷയത്തിൽ ശരിക്കും ഇവിടെ ഇല്ല. അവിടെ സെയിം വിഷയമാണ്. ഷാഫിഈ ഇമാമിൻ്റെ ഖൗലിനെ നമ്മൾ പറഞ്ഞല്ലോ ഹദീസ് വെച്ച് നോക്കിയായിരുന്നില്ലേ, ആ പണിയാണ് ഇസ്നവി റഹിമഹുല്ലാഹും ഇബ്നു റിഫഉം ചെയ്തത്. നവവീൻ്റെ എന്തിൻ്റെ ഒപ്പം ഓരെടുത്ത സോഴ്സ് അതേപോലെ നോക്കി. മനസ്സിലായ? അപ്പോൾ അവിടെ കണ്ടു. പിന്നെ ഇങ്ങി വന്നവർ പറയാൻ പറ്റില്ല. ഇങ്ങി വന്നവർക്ക് ഈ മുജ്മലായ ഖൗല് പോലെ ആയിരിക്കും എന്ത്
ഈ പറഞ്ഞ അവരെടുത്തുണ്ടായിരുന്നല്ലോ, അപ്പം നമ്മൾ വിചാരിച്ചതായിരിക്കില്ല എന്ന് പറയുന്ന ഇപ്പോഴത്തെ രീതിയാണ് ആരൊപ്പം നവവീൻ്റെ റാഫിൻ്റെ ഒപ്പം നമുക്ക് ഇങ്ങനെ പറയാറ്റുള്ളൂ. കാരണം അതിന് തഹ്രീർ കഴിഞ്ഞ്, അതായത് ഇത് ഒത്തു നോക്കണം. ശരിക്കും ചേർക്കപ്പെടേണ്ടത് ഈ ഒത്തുനോക്കിയവരിലേക്കാണ്. പക്ഷെ ഇമാമിലേക്കും റാഫി ഇമാമിലേക്കാണ് നമ്മളിപ്പോൾ ചേർക്കണത്. ശരിക്കും ഇവർ പറഞ്ഞതിനൊരു കുവ്വത്തുണ്ട് എന്ന് തെളിയിച്ച് ശേഷക്കാരെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇവരെ കൗലല്ലേ നമ്മൾ ശരിക്കും അല്ല, ഇവർ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ തന്നെയാണോ ഉറപ്പ് വരുത്തുന്ന ആളെ കൗലാണോ മുന്തിക്ക, അതാ ഉറപ്പ് പറഞ്ഞ ആളെ കൗലാണോ മുന്തിക്ക? പറഞ്ഞ ചില വിഷയങ്ങളിൽ അമിതമായിട്ടൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, മുഖാലിഫായിട്ടൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു അസലിലേക്ക് മടങ്ങി നോക്കിയെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസലിലേക്ക് മടങ്ങിയിട്ട് ഇമാമിന്റെ കൗലിനെ ക്രോസ് ചെക്ക് ചെയ്ത ഒരാളെ കൗല്, അത് അത്രയും ഒതന്റിസിറ്റി ഉണ്ടാവണം സാർ. അപ്പൊ അതല്ലേ നമ്മൾ പിടിക്കേണ്ടത്. അതന്നെ. അപ്പോ ഇവിടെ ഈ മസാലത്തിൽ റാഫിയും നവവും തമ്മിലുള്ള ഖിലാഫാണ്. റാഫിന്റെ കൗലാണ് അവിടെ മുന്തിക്കേണ്ടതെന്ന് അവിടെ ഉറപ്പിച്ച്, എന്ത് വെച്ചിട്ട്? ബോയത്തിലുള്ള കൗല് വെച്ചിട്ട്. ഇനി അഥവാ റാഫി പറഞ്ഞിട്ടില്ല എന്ന് വെച്ചോ, റഹിമഹുല്ലാഹ്, നവവി ഇമാം പറഞ്ഞ് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ മുഖാലിഫായിട്ട് കണ്ടാൽ അതാണ് നമ്മൾ പറയും ഇബ്നു റിഫാൻ്റെ കൗലാണ് എന്നുള്ളത്. അത് ക്രോസ് ചെക്ക് ചെയ്യുന്ന പണിയാണ് പിന്നെ ഇബ്നു ഹജറിനും റംലിക്കും വരുന്നത്. അല്ല, അവിടെ നസ്സിനെ മുന്തിക്കുന്നത് നവവി ഇമാമിനല്ല റഹിമഹുല്ലാഹു തആല. നിങ്ങൾ മനസ്സിലായില്ല? ഒന്ന് ബസ്തി തരാം. ഖുലാസത്തുൽ കലാം. നവവി ഇമാം റഹിമഹുല്ലാഹു പറഞ്ഞ്, റാഫിയും പറഞ്ഞ്. നവവി ഇമാം പറഞ്ഞത് എന്ത് പറ്റും എന്നുള്ളത്, റാഫി പറ്റില്ല എന്ന് പറഞ്ഞു റഹിമഹുല്ലാഹ്. ഇബ്നു റിഫഅയും ഇസ്നവിയും സർകശിയും അദ്റഇ ഇവരൊക്കെ എന്ത് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്തു. മാത്രമല്ല മദ്ഹബ് ഇഅ്മാൽ ചെയ്തു. വെറും ക്രോസ് ചെക്ക് മാത്രമല്ല, ഇപ്പോഴത്തെ പണി മാത്രമല്ല, ആ ഉസൂൽ വെച്ചിട്ടുള്ള കീറി മുറിക്കൽ നടത്തി. അങ്ങനെ നോക്കുമ്പോൾ റാഫിഇൻ്റെ കൗലാണ് അഖ്വ. അപ്പോൾ റാഫിഇൻ്റെ കൗല് അഖ്വാന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ റാഫിഇൻ്റെ ഇമാമിൻ്റെ കൗല് അവിടെ കൊടുന്നാൽ മതി. ഇനി റാഫിയും നവവിയും പറഞ്ഞു രണ്ടിൻ്റെ മുഖാലിഫായിട്ട് ഒരു ഷാഫി ഇമാമിൻ്റെ നസ് കിട്ടിയെന്ന് വെച്ചോ, അവിടെ നമ്മൾ പറയും പിന്നീട് വന്ന് അങ്ങനെ ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല, നസ് കിട്ടിയെന്നല്ല, അങ്ങനെ അപൂർവമായ 1-2 മസാലത്തുകളുണ്ട് രണ്ടാളെ കൗലിന് മുഖാലിഫ്. ഇതാണ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. ആര്? ഇബ്നു ഹജറും റംലിയും. അതാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. മനസ്സിലായ? അപ്പോൾ ഇനി വരുന്നവർ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള വകുപ്പില്ല, അതൊക്കെ ഇവർ ക്രോസ് ചെക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ച്. മനസ്സിലായ? അപ്പോൾ ഇനി ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ഇബ്നു റിഫഅന്റെ കൗൽ അവിടെ മുന്തിക്കണം എന്ന് പറഞ്ഞിട്ട് പറയും നവവിൻ്റെ മേൽ റാഫിൻ്റെ മേൽ. കാരണം അന്നഹു ദക്കറ അന്ന കഥ കഥ കഥ. അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ തുഹ്ഫ ഓതുമ്പോൾ റൗളത്ത് താലിബിനെ മുന്നിൽ കൊണ്ടേക്കാം, മഹല്ലി കൊണ്ടേക്കാം. കാരണം മഹല്ലി മുഖ്തസറും അതും മുത്തവ്വലും. അതിനൊപ്പം ഈ ഷുറാഹിൻ്റെ തഹ്രീറാത്ത്, പ്രത്യേകിച്ച് കുർദീൻ്റെതും ഇതൊക്കെ താഴേക്കും മോളക്കും കൊടുന്നച്ചിട്ട് വായിച്ചാൽ മതി. പ്രയാസമുള്ളതാണ്, സമയം പിടിക്കും. പോകെ പല സ്ഥലങ്ങളിലും പിന്നെ ശേഷം പണ്ഡിതന്മാരൊക്കെ ഇമാമിൻ്റെ ചില പൗരങ്ങളുടെ അംഗീകരിക്കരുത്, മറിച്ച് മുഹത്തമ തന്നെയാണ് അംഗീകരിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം അതിനുള്ള കാരണം നവവി റഹിമഹുല്ലാഹുവിൻ്റെ ഇഖ്തിയാറാത്ത് അത് വേറൊരു വിഷയമാണ്. മദ്ഹബും ഒരു പറഞ്ഞിട്ടില്ല ഇത് മദ്ഹബിലത്തെ മദ്ഹബാണ് മുഅ്തമദാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇഖ്തിയാർ എന്നാണ്, ഒരു ഇഖ്തിയാറാണ് ബിദ്ദലീലി ഇലാഖിരിഹി. അത് വേറൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ എന്തില്ല മുഅ്തമദും ഇതല്ല. അപ്പോൾ ഇഖ്തിയാർ നവവിൻ്റെ ഇഖ്തിയാറാത്ത് റഹിമഹുല്ലാഹു തആല ചിലപ്പോൾ മദ്ഹബിലത്തെ ഒരു അസ്ഹാബിൻ്റെ കൗലായിരിക്കാം.
പക്ഷേ അതിൻ്റെ മുഖാബിലായിട്ട് ദലീലിൽ അഖ്വായിട്ട് വന്നത് മുഅ്തമദ് ഉണ്ടാവും. പക്ഷെ ഒരിടത്ത് പറയും ബാക്കിയുള്ള മദ്ഹബിനെ മുവാഫഖത്തും അതുപോലെ തന്നെ ദലീലുകൾ മോണിയിലുള്ള ദലീൽ ഷാഫിഈൻ്റെ ഖൗലല്ല. ഷാഫിഈൻ്റെ ഖൗലും ഇത് വെച്ചിട്ട് റഹിമഹുല്ലാഹിൻ്റെ ഖൗൽ വെച്ചിട്ട് എന്താണ്, ഇതാണ് അഖ്വ. ഞാൻ പറഞ്ഞല്ലോ ദലീലും ഷാഫി ഇമാമിൻ്റെ ഖൗലും ഒത്തു നോക്കണ പരിപാടി അവിടെ തീർന്ന്. ഇനി അടുത്ത തഹരീർ, കാരണം അത് ക്ലോസ് ആയത് കുറേ ആൾക്കാർ തഹരീർ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി അതിന് സ്കോപ്പില്ല എന്നായപ്പോഴാണ് അടുത്ത തഹരീർ വന്നത്. മനസ്സിലായോ? അപ്പോൾ അടുത്ത തഹരീറിൽ ആദ്യത്തിലേക്ക് പോയി, അവിടെയാണ് ഇഖ്തിയാറാത്ത് വരുന്നത്. ദലീൽ കൊണ്ട് ഇഖ്തിയാർ ചെയ്ത്, ദലീൽ കൊണ്ട് നവവി ഇമാം ഇഖ്തിയാർ ചെയ്തു. പക്ഷേ മദ്ഹബൻ അഖ്വ ഏതാ? നവവി ഇമാം തന്നെ പറഞ്ഞുതരും അഖ്വ അതാണെന്നുള്ളത്. പറഞ്ഞ് ക്ലിയർ ആണോ? ഇവിടെ ഒരു ഫായിദത്ത്, മുഅ്തമദ് എന്ന് അറിയുന്ന വാക്ക് നവവി ഇമാമിൻ്റെ കിതാബിൽ കാണാൻ പറ്റില്ല, ശേഷം വന്നവരുടെ കിതാബിൽ കാണാൻ പറ്റും. മുഅ്തമദ് എന്നുള്ള വാക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും, പക്ഷേ തർജീഹിൻ്റെ മാനയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കണ മാനയിൽ കാണാൻ പറ്റില്ല. അതാദ്യമായിട്ട് ഉപയോഗിച്ച ആൾ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരിയാണ്. അത് ഫായിദത്തും ലത്തീഫത്തും. ഫായിദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതില്ലത്ത് മാത്രമല്ല നാം അസ്ഹാബിന്റെ അഖ്വാലുകളും നാം അല്ല, ഒരിടത്ത് അമാമല്ലാഹ് ഖൽബ് മയലാനാവുന്നത് ഇത് ഇങ്ങനെ ആവണ്ട. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ മുന്നിൽ ഒരു ബിനാ ഉണ്ട്, ആ ബിനാ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്, പക്ഷെ ദലീൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്. പറഞ്ഞു തരിക. പക്ഷേ നമ്മൾ ഷാഫികളാണ്, ഷാഫികളുടെ എടുക്കേണ്ട ഖൗൽ അതാണ്. എത്ര ഇത് വന്നാലും ഇഖ്തിയാർ വന്നാലും ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത് എന്താ, ഞാൻ നോക്കിയതനുസരിച്ചിട്ട് ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഇതാണ് മദ്ഹബ്. ഷാഫിയ്യത്ത് നവവിയ്യത്തായില്ല. നവവിയ്യത്ത് എന്നറിയും, അതായത് നവവി ഇമാമിൻ്റെ ഖൗൽ മാത്രമല്ല ഷാഫിയ്യത്ത് എടുക്കുക, നവവി ഇമാമിന് തർജീഹ് മദ്ഹബിനുള്ള തർജീഹാണ്. പറഞ്ഞു തരിക. നവവി റഹിമഹുല്ലാഹിൻ്റെ അമൽ അത്രയും അഹമ്മിയത്തുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. കാലഘട്ടം നോക്കിയാൽ രാഷ്ട്രീയമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇത്രയും നോളജ് റിസോഴ്സുകൾ ഉണ്ടാവാനുള്ള സാധ്യത ശരിക്കും കുറവല്ല. അങ്ങനെ പരിഗണിക്കേണ്ടെങ്കിലും നവവി ഇമാം റഹിമഹുല്ലാഹ് ഉണ്ടായിരുന്ന സ്ഥലം സിറിയ, അവിടെ നോക്കേണ്ടെങ്കിൽ മക്തബകളുണ്ടായിരുന്നു, വഖഫുകളുണ്ടായിരുന്നു. ഓരോ കയ്യിലായിരുന്നു അഷ്റഫിയ, ഒരു മുദരിസും കൂടിയായിരുന്നു. അതിന് പൈസ ഒന്നും മേടിക്കുന്നില്ല. അപ്പോൾ ഉലമാക്കളെ ശേഖരണമൊക്കെ അവിടെ ഉണ്ട്, അവർക്ക് ലഭ്യമാണ്. പ്രത്യേകിച്ചിട്ട് എന്താണ് പറയുക, ഉലമാക്കൾ അഷ്റഫിയയിൽ നേരിട്ട് ഭരണാധികാരിയുടെ എന്തുണ്ട്, നേരിട്ട് മാത്രമല്ല നവവി ഇമാമിന് ബന്ധമുണ്ടായിരുന്നു അവരേറ്റ് പൈസ ഒന്നും മേടിക്കില്ല. പക്ഷേ അതുകൊണ്ട് നഫ ഉണ്ടാവുമല്ലോ. ഒരിടത്ത് വലിയ ശേഖരണം ഉണ്ട്, അത് റൗള നോക്കിയാൽ നന്നായിട്ട് തിരിക്കും. റൗള മജ്മൂഉം. അതായത് ഖുലാസത്ത് പറഞ്ഞാൽ ഇന്ന് നവവിയും റാഫിഈൻ്റെ തർജീഹാത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കണ സമയം അത് എന്തിലേക്ക് മാറ്റണം, ഇബ്നു ഹജർ റംലിക്ക് മാറ്റേണ്ട സമയമായി. സമകാലികരായിട്ട് പണി ചെയ്ത കുറെ ആൾക്കാരുണ്ടാവും. അവരിൽ എന്തുകൊണ്ട് ഈ നബിമാമിനെ റാഫിഈമാമിനെ അതേപോലെ തന്നെ ഈ ഇബ്നു ഹജർ തങ്ങളുടെ കാലഘട്ടം ഉണ്ടോ, ഒരുപാട് ആൾക്കാർ പണി ചെയ്തിട്ടുണ്ട്. ഇവരെ നമ്മൾ എന്തുകൊണ്ട് ബന്ധിച്ചു? അതാണ് ആദ്യം തന്നെ ഇസ്തിആബും ഓരോന്നിനും തഅലീലോടെ കൊണ്ടുവരലും. അതായത് ആൾക്കാർ എന്തിനാ എടുത്തെന്നും മനസ്സിലാവണ്ട, വെറും തർജീഹ് കൊണ്ടുവന്നാൽ മനസ്സിലാവും. ഇപ്പോൾ തഹദീബിൽ ഒന്ന് മഹ്സൂറായ എന്താണ് മസാദിറാണ്, രണ്ട് എല്ലാ മസാലക്കും തഅലീലില്ല. നോക്കി നോക്ക്, മനസ്സിലായോ? അതായത് ഇത് താമായിരുന്നു എന്നുണ്ടെങ്കിൽ മിൻഹാജിനേക്കാൾ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായി മാറുമായിരുന്നു.
അപ്പോ അതായത് നബിമാമിന്റെ തഹരീറിന് വന്ന കാര്യത്തില് കൂടുതൽ നന്നായി ഉണ്ടായിട്ടുണ്ടാവും ഇല്ല. മുഖദ്ദിമത്തുൽ അങ്ങനെ ഉദ്ദേശിക്കുന്നതല്ല, മത്നിന്റെ സബ്ക്ക് അനുസരിച്ചിട്ട് എന്നാണ് അവിടെ മാന വരുന്നുള്ളൂ. അല്ലാണ്ട് തർജീഹിൻ്റെ മഖ്വാലിൻ്റെതും അല്ല, അസ്ഹർ പറയുന്നതും അസഹ പറയുന്നതല്ല അവിടെ പറയുന്നത്. അവിടെ എന്താണ് വരുന്നത്? അവിടെ വരുന്നത് മിൻ ഹുസ്നി വ സുഹൂലത്തി വ ജസാലത്തിൽ ലഫ്ദ്. മുഖദ്ദിമുൽ ഹദ്റമിയ നോക്കാനുണ്ട്. ഇവിടെ പറയാനുള്ള ഒരു ഫായിദത്തും കൂടി, ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നോക്കണം. വകുല്ലു മാ ലസ്ത തബ്തദീഹി ഫഇന്നൽ ഉംറ കുല്ലഹു ലാ യക്ഫീഹി. ഇപ്പോൾ ഇവിടെ പറയുന്ന ഓരോ കാര്യം ഇഷ്കാലുണ്ടായിരുന്ന കാലം മുതൽ അന്വേഷിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ മുഖദ്ദിമുൽ ഹദ്റമിയിൽ അങ്ങനെ പറഞ്ഞെന്ന് അറിയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുഖദ്ദിമുൽ ഹദ്റമിയ നെറ്റിയിലും ഇതിലൊക്കെ ഇതാണ്, അത് ലാ തതഅഖർ ഫൽ ഉംറു കുല്ലഹു ലാ യക്ഫീക്. നഅം വാദിഹാണോ ചോദിച്ചത്? 5 ദഖായിഖ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ 5 ദഖായിഖിൻ്റെ ഉള്ളിൽ തീർക്കണം. ജസാക്കല്ലാഹ്. 5 മിനിറ്റ് കൂടെ എന്തെങ്കിലും ചോദിക്കാം. മൈക്ക് കൊടുത്തോളി. ഇതാ കുട്ടികളെ ഒരതിൻ്റെ ഫന്നിൻ്റെ ആളാണല്ലോ. ഒരു ലുഗത്ത് ഇബ്നു ഹാജിബ് നന്നായിട്ട് ആഴത്തി പഠിച്ചിട്ടുണ്ട്. ഒരു അൽഫിയത്ത് മാലിക്കിൻ്റെ അൽഫിയൻ്റെ മേലെ ഷറഹ് ഉണ്ടായിരുന്ന നിലവാറുണ്ട്, ആടുണ്ടായി നിലവാറുണ്ട്. അപ്പം ഫന്നിൻ്റെ ഒരു മുതമക്കിനായ ഒരാളായിരുന്നു. പിന്നെ ഒരു പറഞ്ഞ കൗല് അവർ അതന്നെ മനസ്സിലായി. ഒരു പറഞ്ഞ കൗല് ശരിക്കും പറഞ്ഞാൽ ഒരു മാത്രമല്ല, അത് ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരു മാത്രമല്ല അത് ലോവിയായി തർജീഹ് ചെയ്തിട്ടുള്ളത്. വേറെ ഉണ്ട്, പക്ഷെ അവരോട് തിരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ നബിമാമേ മൂപ്പരെ മെയിന് ജുഹൂദികളിലിട്ടല്ലോ. ഇപ്പോൾ ഈ മുസ്തലഹാത്തൊക്കെ തെക്കനീം ചെയ്തുള്ള മെയിനായിട്ട് ഇപ്പോൾ ഈ അസഹ് അൽഹർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രധാനമായിട്ട് അതിനൊരു ഇപ്പോൾ മുമ്പ് നമ്മൾ ഷാഫി മദഹബിലെ ഇപ്പോഴത്തെ കിതാബുകളൊക്കെ കുറേ ഈ അതില്ലത്ത് ബേസായിട്ട് കുറേ കിതാബുകൾ വന്നിട്ടില്ല. ഇപ്പോൾ മുതൽ ഇപ്പോൾ നബിമാമ് മിനാജിലൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മുസ്തലഹാത്ത് തെക്കനീം ചെയ്തതിന് ശേഷം, പ്രധാനമായിട്ട് ഇങ്ങനെ കൊണ്ടതിന് ശേഷം പിന്നെ അത് ഷാഫി മദഹബിലെ മറ്റു വന്നിട്ടുള്ള മുസന്നഫാത്തിനെ എത്ര എങ്ങനെ അഫക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാറിന് ഇഖ്തിയാറാത്തിൻ്റെ വിഷയം വരുമ്പോൾ നബിമാമി ഇന്ന ദലീൽ കൊണ്ട് ഇതാണ് ഞാൻ മുഖ്താറാക്കണമെന്ന് പറഞ്ഞാലല്ലേ. അപ്പോൾ ശരിക്കും ഈ മദഹബിൽ ഈ ഒരു മുസ്തലഹാത്ത് കൊണ്ടുവരുമ്പോൾ നബിമാമ അവിടെ ഉപയോഗിച്ചിട്ടുള്ള ആലിയാത്ത് എന്താണ് ഇവരെ നവവി റഹിമഹുല്ലാഹു തആല പറഞ്ഞാൽക്ക് തിരിച്ചു വരാം. നവവി റഹിമഹുല്ലാഹു തആല അസ്ഹാബിൻ്റെ അഖ്വാലുകളൊക്കെ ഇഖ്തിസാർ ചെയ്യാൻ കുറച്ച് ലഫ്ദുകൾ ആവശ്യം. അസ്ഹർ എന്ന് പറഞ്ഞാൽ തർജീഹ് ചെയ്യണ ലഫ്ദ്, അസഹ് ഇത് പറയണം. മിൻഹാജ് ചുരുക്കമായ ഒരു കിതാബാണ്. അതിലെങ്ങനെയാണ് അസ്ഹാബിൻ്റെ എല്ലാ ഖൗലും കൊണ്ടുവരാം? ഇങ്ങനല്ലാതെ. അപ്പോൾ നമുക്ക് വേണമെന്ന് പറയാം, മന്തിഖ് ഉപയോഗിക്കണ പോലെ ഉണ്ടാവും നമ്മളെ ഫിഖിൻ്റെ കുതുബിൽ ഈ മുസ്തലഹാത്ത്. മനസ്സിലായ? ഇപ്പം നമ്മൾ ഉമൂം ഖുസൂസ് മുത്ലഖ് എന്ന് പറയും. നബിയും റസൂലിൻ്റെ ഇടയിൽ ഉമൂം ഖുസൂസ് മുത്ലഖ്, അതെന്താന്ന് പറയാൻ 2 വരി വേണം. അതുപോലെ അസ്ഹർ എന്താന്ന് പറയുമ്പോൾ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? റൗളത്തു താലിബിലേക്ക് പോയാൽ മതി. അപ്പോൾ ആ മുസ്തലഹ് തഅ്സീർ ചെയ്ത് എന്ന് അറിയണേലും ഉപരി ആ തഹ്രീർ എന്ത് ചെയ്തു എന്നാണ് പറയേണ്ടത്. മനസ്സിലായ? അതൊരു എന്ത് പോലായി മാറി? മന്തിഖിയായ ലഫ്ദ് പോലായി മാറി, ഒരു ഇസ്തിലാഹ്. മനസ്സിലായ? പിന്നെ അവിടെ പറഞ്ഞതിൽ നവവി ഇമാമിൻ്റെ മുമ്പ് തന്നെ അതില്ലത്ത് എന്ന് പറയും.
ഈ അതില്ലത്ത് എന്ന് മദ്ഹബ് അങ്ങനെ തന്നെയാണോ, അതില്ലത്ത് ബേസ് ആയിട്ടുള്ളതാണോ എന്നുള്ളത്, അതില്ലത്തിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കഴിഞ്ഞ് അത് പൂർണ്ണമായ തഹ്ഖീഖ് ചെയ്തിട്ട് ഒരു കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ തരീഖത്തുൽ ഖുറസാനികളും തരീഖത്തുൽ ഇറാഖികളും ശാഖാവുന്നത്. അവിടുന്നാണ് വരുന്നത്. അപ്പം ഇനി ബാക്കോട്ട് നമ്മൾ 200 ഹിജ്രിക്ക് പോയിട്ട് ആദ്യം മുതൽ പണിയാനുള്ള പണിയാണിപ്പോൾ പറയുന്നത്. ദലീലിലേക്ക് പോവാം. ദലീലിലേക്ക് പോകേണ്ടത് അറിഞ്ഞിട്ടില്ല നിങ്ങൾ. അവർ ദലീലിലേക്ക് പോകണോ, എളുപ്പ വഴി പറഞ്ഞുതരാം. ഹഖീഖത്തിൽ ഷാഫി മദ്ഹബിൻ്റെ ഒപ്പം ദലീലിൽ സഞ്ചരിക്കണോ, ഇവർ പറഞ്ഞ മസ്അലത്ത് ബാക്കോട്ട് പോവാം. നേരെ ബാക്കോട്ട് റിവേഴ്സ് ചെയ്യാം. അല്ല, തമാശക്ക് പറഞ്ഞല്ല, കളിയാക്കാൻ പറഞ്ഞല്ല, ഉള്ള കാര്യം പറഞ്ഞ. ദലീൽ നിങ്ങൾക്ക് ശരിക്കും തിരിയണം. എന്താ ദലീലെന്ന്? ദലീലിൻ്റെ കുത്തുബ് ഇബ്നുൽ മുലഖി റഹിമഹുല്ലാഹിൻ്റെ അല്ലെങ്കിൽ ഇബ്നു ഹജറിൻ്റെ തൽഖീസുൽ ഹബീർ എടുക്കല്ല വേണ്ടത്. അതൊരു നല്ല കാര്യം. പക്ഷേ നമുക്ക് ദലീൽ വേണം. എങ്ങനെ എടുത്തെന്ന് മനസ്സിലാവണം. ഇബ്നു ഹജറിയും തുടങ്ങി റഹിമഹുല്ലാഹ്, അല്ലെങ്കിൽ ഫത്ഹുൽ മൊയ്ൻ തുടങ്ങി. ഫത്ഹുൽ മൊയ്ൻ ഇബ്നു ഹജർ എടുത്ത കിതാബ് അൻവാറി എന്നാണ്. അൻവാർ അർദബീലിൻ്റെ അൻവാർ, അല്ലെങ്കിൽ ഏത് കിതാബിൽ നിന്ന് ഉബാബാണ് ഉബാബ്. അങ്ങനെ പോയ നവവിയിൽക്കെത്തും, നവവി റാഫിയിൽക്കെത്തും. നവവി റാഫി ഏത് അസ്ഹാബിൻ്റെ അക്വാലീന, ഏത് അസ്ഹാബിൻ്റെ കൗലാണ് തർജീഹ് ചെയ്താൽ നോക്കിയാൽ ആ അസ്ഹാബിൻ്റെ കിതാബിക്ക് മടങ്ങും. ആ അസ്ഹാബ് പറയണം ഇന്ന കൗലാണ്, അതിൽ തഅലീലാണ്. അപ്പോൾ ആ തഅലീല് വന്നത് ഏത് കൗല് വെച്ചിട്ടാ, തിരിച്ചങ്ങോട്ട് പോയിക്കോ. ഇതൊക്കെ ദലീലിലേക്ക് എത്തുള്ളൂ. പക്ഷേ അത് ചെയ്യാൻ ആൾക്കാർക്ക് സമയമല്ല. ഏറ്റവും എളുപ്പം എന്താ, ഖുർആൻ എടുക്കുക, തഫ്സീർ എടുക്കുക, ഇതാണ് അല്ലാഹു അലം, ഫിനിഷ്. കാരണം അവർ ഒരു ബിൽഡിങ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ആയുസ് മുഴുവൻ കുഴി തോണ്ടാനേ സമയം ഉണ്ടാവുള്ളൂ. എന്ത് തറ ഇടാൻ വേണ്ടി കുഴി തോണ്ടിയാലും ജീവിതം അവസാനിക്കും. അത് കുഴി തോണ്ടി കഴിയോ ഇല്ല. നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, അവർ വന്നല്ലോ, എളുപ്പമാണ്. ഇന്ന് ഇൻ്റർനെറ്റ് ഉണ്ട്, ഇതുണ്ട്, PDF ഉണ്ടല്ലോ, ലിഫ്റ്റിൽ കയറാം, എന്നിട്ട് ഇങ്ങനെ പോവാം മോളിക്ക്. ഒരു ടൂറ് പോവാ, ഒരു മസാലത്തിൽ പോയോക്ക്. അതൊരു രസകരമായ ടൂറായിരിക്കും. മാത്രമല്ല ഒരു കൽബിയിലൊരു യഖീന് വരും. എന്ത്, നമ്മളെ മദ്ഹബ് മാത്രമല്ല, ഈ ദീൻ അള്ളാഹു ഹിഫ്ദ് ചെയ്തത് എങ്ങനെയാണെന്ന് ഈ മദ്ഹബിൽ നിന്ന് നമുക്ക് യഖീന് വരുന്ന ഒരു ടൂറായിരിക്കും. ഒരു മസ്അലത്തെടുത്താൽ 10 മസ്അലത്ത് 20 മസ്അലത്ത് ഒരു മസ്അലത്തെടുത്തിട്ട് നമ്മൾ ടൂറ് പോയിക്കുക. ഷാഫി മദ്ഹബിൻ്റെ കിതാബുകൾ വെച്ചിട്ട് ബാക്കോട്ടേക്ക്, ഇങ്ങോട്ടേക്കല്ല, ഇവിടുന്ന് ഇങ്ങനെ ബാക്കോട്ട് പോവാം. എളുപ്പമാണിപ്പോൾ. വീട്ടിൽ ഇരുന്നിട്ട് മൊബൈലും ഇതൊക്കെ എടുത്തിട്ട് കിതാബുകൾ ഡൗൺലോഡ് ചെയ്താൽ മതി.